ഇതാണ് ഞാൻ ഗെയിമിങ്ങിനും വീഡിയോ എഡിറ്റിങ്ങിനും ഉപയോഗിക്കുന്ന എൻ്റെ മെയിൻ PC. ഈ PCയുടെ കമ്പോണൻറ്റുകൾ ഏതൊക്കെയാണെന്ന് പലരും കമൻറ്റിൽ ചോദിച്ചിരുന്നു. എൻ്റെ PCയുടെ കമ്പോണൻറ്റുകൾ വിശദമായി കാണിക്കാൻ ഞാൻ എൻ്റെ PC അഴിച്ചു മാറ്റി എന്നിട്ടത് വീണ്ടും ബിൽഡ് ചെയ്തു. ഈ വീഡിയോ നിങ്ങൾ അവസാനം വരെ കാണുക, കാരണം ഞാൻ ഈ വീഡിയോയിൽ എൻ്റെ PCയുടെ വിശദവിവരങ്ങൾ മാത്രമല്ല കാണിക്കുന്നത്. ഒരു PCയിൽ എങ്ങനെ ലിക്വിഡ് കൂളർ ഉപയോഗിക്കാം, ഒരു പ്രീമിയം ക്യാബിനറ്റിൽ എങ്ങനെ RGB ലൈറ്റുകളുള്ള ഫാനുകൾ ഫിറ്റ് ചെയ്യാം, എങ്ങനെ ക്യാബിനറ്റിൽ കേബിളുകൾ ഒതുക്കി വയ്ക്കാം എന്നിങ്ങനെ ഒരു പ്രീമിയം PC ബിൽഡ് സ്വന്തമായി ചെയ്യാൻ സഹായിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഈ വീഡിയോയിലുണ്ട്. ഞാൻ ഈ PC ബിൽഡ് ചെയ്തത് 2021-ലാണ്, അതായത് ഇതുപയോഗിച്ച് തുടങ്ങിയിട്ട് 4 വർഷം കഴിഞ്ഞു. അന്ന് ഞാൻ ഈ PC ബിൽഡ് പ്ലാൻ ചെയ്തപ്പോൾ എനിക്ക് പ്രധാനമായും 2 ആവശ്യങ്ങളാണ് ഉണ്ടായിരുന്നത്. ഒന്ന്, ഒരുപാട് 4K വീഡിയോസ് ഒക്കെയുള്ള നീളം കൂടിയ വീഡിയോ പ്രൊജക്റ്റുകൾ സ്മൂത്തായിട്ട് എഡിറ്റ് ചെയ്യാനും വളരെ വേഗത്തിൽ എക്സ്പോർട്ട് ചെയ്യാനും പറ്റണം. 2, ഏറ്റവും പുതിയ ഗെയിമുകളൊക്കെ 1440p റെസൊല്യൂഷനുള്ള 32 ഇഞ്ച് ഗെയിമിംഗ് മോണിറ്ററിൽ സ്മൂത്തായിട്ട് കളിക്കാൻ പറ്റണം. മാത്രമല്ല PC ഫ്യൂച്ചർ പ്രൂഫ് ആയിരിക്കണം, അതായത് മിനിമം 5 വർഷമെങ്കിലും ഈ ആവശ്യങ്ങൾക്ക് എനിക്ക് ഉപയോഗിക്കാൻ പറ്റണം. അങ്ങനെ കമ്പോണൻറ്റുകൾ ചിലത് ഓൺലൈൻ സൈറ്റുകളിൽ നിന്നും ബാക്കി ലോക്കൽ ഷോപ്പുകളിൽ നിന്നും വാങ്ങി ഞാൻ സ്വന്തമായി എൻ്റെ PC ബിൽഡ് ചെയ്തു. സ്ഥിരം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഈ PC ഇന്നും ഒരു പവർഫുൾ PC ആണ്. ഇത് ഇനി ഒരു 5 വർഷം കൂടെ ഓടുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. കാരണം AMDയുടെ Ryzen AM4 അത്രയ്ക്ക് കിടിലൻ പ്രോസസ്സർ പ്ലാറ്റ്ഫോമാണ്. ഒരു PC ബിൽഡിന് ആദ്യം തിരഞ്ഞെടുക്കേണ്ടത് പ്രോസസ്സറാണ്. പ്രത്യേകം ഗ്രാഫിക്സ് കാർഡ് ആവശ്യമുള്ള പവർഫുൾ Ryzen 5000 സീരീസിലെ പ്രോസസ്സറുകളാണിവ. 2021 ഇവയായിരുന്നു ഏറ്റവും മികച്ച പ്രോസസ്സറുകൾ. ഇതിലെ ഏറ്റവും വില കുറഞ്ഞത് 6 കോറും 12 ത്രെഡും 32 MB L3 ക്യാഷുമുള്ള 5600X ആണ്. ഏറ്റവും വില കൂടിയത് 16 കോറും 32 ത്രെഡും 64 MB L3 ക്യാഷുമുള്ള ഫ്ലാഗ്ഷിപ്പ് മോഡലായ 5950Xും. ഈ മോഡലുകൾ തമ്മിൽ ഗീക്ക് ബെഞ്ച് സിംഗിൾ കോർ സ്കോറുകളിൽ ഉള്ള വ്യത്യാസത്തേക്കാൾ വളരെ കൂടുതലാണ് മൾട്ടി കോർ സ്കോറുകളിലുള്ളത്. അതായത് ഗെയിമിംഗ് മാത്രമാണ് ഉദ്ദേശമെങ്കിൽ 5600X അല്ലെങ്കിൽ 5700X ഉപയോഗിക്കാം. എന്നാൽ 4K വീഡിയോ എഡിറ്റിങ്ങിന് കോറുകളും ത്രെഡുകളും കൂടുതലുള്ള 5900X 5950X ഒക്കെയാണ് ബെസ്റ്റ്. 5950X വാങ്ങാനായിരുന്നു എൻ്റെ പ്ലാൻ. എന്നാൽ അതിന് വില വളരെ കൂടുതലായിരുന്നുകൊണ്ടും 5900Xന് ഒരു ഓഫർ ഉണ്ടായിരുന്നുകൊണ്ടും ഞാൻ 5900X പ്രോസസ്സറാണ് വാങ്ങിയത്. ശ്രദ്ധിക്കുക, നിങ്ങളൊരു ഫ്യൂച്ചർ പ്രൂഫ് PC ആണ് പ്ലാൻ ചെയ്യുന്നതെങ്കിൽ 2025-ൽ PC ബിൽഡ് ചെയ്യാൻ Ryzen 5000 സീരീസിനേക്കാൾ മികച്ച Ryzen 7000 സീരീസ് അല്ലെങ്കിൽ Ryzen 9000 സീരീസ് പ്രോസസ്സറുകൾ വാങ്ങാം. വില കുറച്ച് കൂടുതലാണെന്ന് മാത്രം. Ryzen 7000 സീരീസും 9000 സീരീസും പുതിയ AM5 പ്ലാറ്റ്ഫോം പ്രോസസ്സറുകളാണ്. അതുകൊണ്ട് പുതിയ തരം മദർ ബോർഡുകളും പുതിയ തരം DDR5 മെമ്മറിയും ഇതിന് വേണം. 5000 സീരീസിനെ അപേക്ഷിച്ച് 7000 സീരീസിലെയും 9000 സീരീസിലെയും പ്രോസസ്സറുകൾക്ക് മികച്ച പെർഫോമൻസ് ഉണ്ട്. ഉദാഹരണത്തിന് 6 കോറും 12 ത്രെഡുമുള്ള 9600X പ്രോസസ്സറിന് 16 കോറും 32 ത്രെഡുമുള്ള 5000 സീരീസിലെ ഫ്ലാഗ്ഷിപ്പ് മോഡലായ 5950Xനേക്കാൾ വളരെ കൂടുതൽ ഗീക്ക് ബെഞ്ച് സിംഗിൾ കോർ സ്കോർ ഉണ്ട്. മാത്രമല്ല മൾട്ടി കോർ സ്കോറിൽ പോലും കോറുകൾ കുറവുള്ള 9600X ആണ് മികച്ചത്. ചുരുക്കി പറഞ്ഞാൽ പുതിയ പ്രീമിയം ബിൽഡുകൾക്ക് Ryzen 9000 സീരീസ് പ്രോസസ്സർ വാങ്ങുക. AMD ഗെയിമിങ്ങിന് വേണ്ടി പ്രത്യേകം ഇറക്കിയ X3D പ്രോസസ്സറുകളും ഇപ്പോൾ എല്ലാ സീരീസിലും കിട്ടാനുണ്ട്. ഗെയിമിംഗ് മാത്രമാണ് ഉദ്ദേശമെങ്കിൽ ഈ പ്രോസസ്സറുകൾ വാങ്ങുന്നതാണ് നല്ലത്. ഞാൻ തിരഞ്ഞെടുത്ത Ryzen 9 5900X പ്രോസസ്സറിന് അതിന് താഴെയുള്ള പ്രോസസ്സറുകൾ അപേക്ഷിച്ച് ഇരട്ടി L3 ക്യാഷ് ഉണ്ട്. അങ്ങനെ 64 MB L3 ക്യാഷ് ഉള്ളതുകൊണ്ട് ഗെയിമുകൾക്കും വീഡിയോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയറുകൾക്കും നല്ല പെർഫോമൻസ് കിട്ടും. ഇതിന്റെ കൂടെ നല്ലൊരു മദർ ബോർഡും കൂളറും കൂടെ ഉപയോഗിച്ചാൽ PBU എന്ന ഓവർക്ലോക്കിംഗ് ടെക്നോളജി ഓൺ ചെയ്ത് ഇത് 5 GHz വരെ വേഗതയിൽ ഓടിക്കാം. എന്നാൽ ഞാൻ ഇതുവരെ അത് ഉപയോഗിച്ചിട്ടില്ല, കാരണം ഓവർക്ലോക്കിംഗ് ചെയ്യാതെ തന്നെ 5900X ഒരു ഭീകരൻ പ്രോസസ്സറാണ്. 105 വാട്ട് TDP റേറ്റിംഗ് ഉള്ള ഈ പ്രോസസ്സർ അത്യാവശ്യം നല്ല ചൂടുണ്ടാക്കും. അതുകൊണ്ട് നമ്മുടെ ചൂട് കൂടിയ കാലാവസ്ഥയ്ക്ക് നല്ലൊരു എയർ കൂളറോ ലിക്വിഡ് കൂളറോ വേണം. ഡീപ് കൂളിന്റെ AG620 AK620 ഒക്കെ ഇതിന് പറ്റിയ വലിയ എയർ കൂളറുകളാണ്. ശ്രദ്ധിക്കുക, ഈ എയർ കൂളറുകൾക്ക് പൊക്കം കൂടുതലായതുകൊണ്ട് ക്യാബിനറ്റിന്റെ മാനുവൽ നോക്കി ക്യാബിനറ്റിൽ കൊള്ളുമെന്ന് ഉറപ്പുവരുത്തുക. എന്നാൽ ഞാൻ തിരഞ്ഞെടുത്തത് ഡീപ് കൂളിന്റെ വെള്ള നിറത്തിലുള്ള കാസിൽ 360EX ARGB എന്ന ലിക്വിഡ് കൂളറാണ്. ബിൽഡ് മനോഹരമാക്കാനും പിന്നെ ലിക്വിഡ് കൂളറിന്റെ കൂടെ കിട്ടുന്ന ഫാനുകൾ ക്യാബിനറ്റിന്റെ എക്സോസ്റ്റ് ഫാനുകളായിട്ട് ഉപയോഗിക്കാനും ഒക്കെയാണ് ഞാൻ ഈ ലിക്വിഡ് കൂളർ വാങ്ങിയത്. ഇതൊരു 360 mm ലിക്വിഡ് കൂളറാണ്. 360 mm എന്നത് ഇതിന്റെ ചൂട് പുറത്തേക്ക് തള്ളുന്ന റേഡിയേറ്ററിന്റെ നീളമാണ്. കൂളറിന്റെ കൂടെ കിട്ടുന്ന RGB ലൈറ്റുകളൊക്കെയുള്ള 120 mmന്റെ 3 ഫാനുകൾ നമുക്കിതിൽ ഫിറ്റ് ചെയ്യാം. പ്രോസസ്സറിന്റെ മുകളിൽ ഫിറ്റ് ചെയ്യുന്ന കൂളറിന്റെ പമ്പാണിത്. പമ്പിന്റെ താഴെ പ്രോസസ്സറിൽ നിന്ന് ചൂട് വലിച്ചെടുക്കുന്ന ഒരു മെറ്റൽ പ്ലേറ്റുമുണ്ട്. പമ്പിന്റെ മുകളിൽ LED ലൈറ്റിംഗ് ഉള്ള ഒരു ഇൻഫിനിറ്റി മിറർ കാണാം. കമ്പ്യൂട്ടർ പ്രവർത്തിക്കുമ്പോൾ ഇത് കാണാൻ നല്ല രസമാണ്. നമുക്ക് ഈ മിറർ തുറന്ന് ഇതിനകത്തുള്ള ഡീപ് കൂളിന്റെ ലോഗോയുള്ള കണ്ണാടിയുടെ പൊസിഷൻ വേണമെങ്കിൽ മാറ്റാം. ആന്റി ലീക്ക് ടെക്നോളജി ഉള്ളതുകൊണ്ട് ഈ കൂളർ ഒരുപാട് കാലം ഓടുമെന്ന് ഡീപ് കൂൾ അവകാശപ്പെടുന്നു. പക്ഷേ 3 വർഷത്തെ വാറണ്ടി ഇതിനുള്ളൂ. എന്തായാലും സാധനം കഴിഞ്ഞ 4 വർഷമായിട്ട് എൻ്റെ PCയിൽ സൂപ്പറായിട്ട് ഓടുന്നു. വലിയ ശബ്ദമില്ല, നല്ല കൂളിംഗുമുണ്ട്. ലിക്വിഡ് കൂളർ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് നോക്കാം. പ്രോസസ്സറിന്റെ മുകളിൽ ഫിറ്റ് ചെയ്തിരിക്കുന്ന കൂളറിന്റെ മെറ്റൽ പ്ലേറ്റ് പ്രോസസ്സറിൽ നിന്ന് ചൂട് വലിച്ചെടുത്ത് ഇതിനുള്ളിലെ ദ്രാവകത്തെ ചൂടാക്കുന്നു.
പ്ലേറ്റിന്റെ മുകളിലുള്ള പമ്പ് ഈ ചൂട് ദ്രാവകം ട്യൂബ് വഴി റേഡിയേറ്ററിൽ എത്തിക്കുന്നു. റേഡിയേറ്ററിൽ ഫിറ്റ് ചെയ്തിരിക്കുന്ന ഫാനുകൾ ചൂട് പുറത്തേക്ക് തള്ളി ദ്രാവകത്തെ തണുപ്പിക്കുന്നു. തണുത്ത ദ്രാവകം തിരിച്ച് പ്രോസസ്സറിന്റെ മുകളിലേക്ക് രണ്ടാമത്തെ ട്യൂബ് വഴി വരുന്നു. ഇതിന്റെ ഗുണം കുറഞ്ഞ സമയത്തിനുള്ളിൽ ഒരുപാട് ചൂട് നേരെ ക്യാബിനറ്റിന്റെ പുറത്തേക്ക് പോകുമെന്നതാണ്. ശ്രദ്ധിക്കുക, ചൂട് കുറവുള്ള പ്രോസസ്സറുകൾക്ക് വേണമെങ്കിൽ ഇതുപോലത്തെ 2 ഫാനുകളുള്ള ചെറിയ 240 mm ലിക്വിഡ് കൂളർ ഉപയോഗിക്കാം. ഇത് ചെറിയ ക്യാബിനറ്റുകളിൽ കൊള്ളും. അതുപോലെ പമ്പിന്റെ മുകളിൽ LCD ഡിസ്പ്ലേ ഒക്കെ ഉള്ള പ്രീമിയം ലിക്വിഡ് കൂളറുകൾ ഇപ്പോൾ മാർക്കറ്റിലുണ്ട്. ഈ ഡിസ്പ്ലേയിൽ നമുക്ക് പ്രോസസ്സറിന്റെ അല്ലെങ്കിൽ ഗ്രാഫിക്സ് കാർഡിന്റെ ചൂട് തുടങ്ങിയ കമ്പ്യൂട്ടറിന്റെ വിശദവിവരങ്ങളോ ഇഷ്ടമുള്ള ഫോട്ടോയോ വീഡിയോയോ ഒക്കെ കാണിക്കാം. ഇനി നമുക്കൊരു മദർ ബോർഡ് തിരഞ്ഞെടുക്കാം. മദർ ബോർഡിന്റെ ഒരു പ്രധാന കമ്പോണന്റ് അതിലെ പ്രോസസ്സർ ചിപ്സെറ്റാണ്. ഈ ചിപ്സെറ്റാണ് മദർ ബോർഡിലെ ബാക്കി കമ്പോണന്റുകളെ പ്രോസസ്സറുമായിട്ട് കണക്ട് ചെയ്യുന്നത്. സാധാരണ പ്രോസസ്സർ ഉണ്ടാക്കുന്ന കമ്പനി തന്നെയാണ് ഈ ചിപ്സെറ്റും ഉണ്ടാക്കുന്നത്. ഉദാഹരണത്തിന് റൈസൻ 5900X പ്രോസസ്സർ ഉണ്ടാക്കുന്ന AMD തന്നെയാണ് അതിനുവേണ്ട പലതരം ചിപ്സെറ്റുകൾ ഉണ്ടാക്കുന്നത്. അതുപോലെ ഇന്റൽ i5 12400 പ്രോസസ്സർ ഉണ്ടാക്കുന്ന ഇന്റൽ കമ്പനി തന്നെയാണ് അതിനുവേണ്ട ചിപ്സെറ്റുകൾ ഉണ്ടാക്കുന്നത്. മദർ ബോർഡ് കമ്പനികളായ ASUS, MSI, Gigabyte ഒക്കെ AMDയിൽ നിന്ന് ചിപ്സെറ്റ് വാങ്ങി അവരുടെ സ്വന്തം മദർ ബോർഡിൽ ഫിറ്റ് ചെയ്ത് നമുക്ക് വിൽക്കുന്നു. AMDയുടെ പഴയതും പുതിയതുമായ ഒരുപാട് AM4 ചിപ്സെറ്റുകൾ റൈസൻ 5900X പ്രോസസ്സർ സപ്പോർട്ട് ചെയ്യും. എന്നാൽ ഇതിൽ 5000 സീരീസ് റൈസൻ പ്രോസസ്സറുകൾക്ക് വേണ്ടി AMD ഡിസൈൻ ചെയ്ത ചിപ്സെറ്റുകൾ പ്രധാനമായും A520, B550, X570 എന്നിവയാണ്. ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ 5900X പ്രോസസ്സറിന് വേണ്ടത് A520, B550, X570 എന്നീ ചിപ്സെറ്റുകളിൽ ഏതെങ്കിലും ഒന്ന് ഉപയോഗിക്കുന്ന ഒരു മദർ ബോർഡാണ്. എന്താണ് ഇത് മൂന്നും തമ്മിലുള്ള വ്യത്യാസം? ഏറ്റവും വില കുറഞ്ഞ ചിപ്സെറ്റാണ് A520. സാധാരണ ഓഫീസ് PCകൾക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ ഇതിൽ PCI Gen 4 സപ്പോർട്ടും ഓവർക്ലോക്കിംഗ് സപ്പോർട്ടും ഇല്ല. അതുകൊണ്ട് വേഗത കൂടിയ NVMe ഡിസ്കുകൾക്കും പവർഫുള്ളായ പ്രോസസ്സറുകൾക്കും ഇത് കൊള്ളില്ല. എന്നാൽ ലോ ബഡ്ജറ്റ് ഗെയിമിംഗ് PCകൾക്ക് പലരും ഇത് ഉപയോഗിക്കുന്നുണ്ട്. A520യേക്കാൾ വില കൂടിയ B550 ചിപ്സെറ്റ് നല്ലൊരു മോഡലാണ്. ഇതിൽ PCI Gen 4 സപ്പോർട്ട് ഉള്ളതുകൊണ്ട് വേഗത കൂടിയ ഒരു NVMe SSD ഇടാൻ പറ്റും. എന്നാൽ ഒന്നിൽ കൂടുതൽ NVMe SSDകൾ ഇട്ടാൽ ബാക്കിയുള്ളതിന് PCI Gen 3 സ്പീഡേ കിട്ടൂ. B550 ഓവർക്ലോക്കിംഗ് സപ്പോർട്ട് ചെയ്യും. അതുകൊണ്ട് ഗെയിമിംഗ് PCകൾക്ക് ഇത് നല്ലൊരു ഓപ്ഷനാണ്. ഏറ്റവും വില കൂടിയ പ്രീമിയം ചിപ്സെറ്റാണ് X570. പവർഫുള്ളായ പ്രോസസ്സറുകൾക്ക് ഡിസൈൻ ചെയ്തിരിക്കുന്ന ഇതിൽ ഓവർക്ലോക്കിംഗ് പറ്റും. PCI Gen 4 സപ്പോർട്ടുമുണ്ട്. മാത്രമല്ല രണ്ടാമത്തെയും മൂന്നാമത്തെയും NVMe ഡിസ്കുകൾക്ക് വരെ PCI Gen 4 സ്പീഡും കിട്ടും. അതുകൊണ്ട് വീഡിയോ എഡിറ്റിംഗ്, സ്ട്രീമിംഗ് തുടങ്ങിയ ആവശ്യങ്ങൾക്ക് പറ്റിയ ചിപ്സെറ്റാണ് X570. 4K വീഡിയോ എഡിറ്റിംഗ് എൻ്റെ പ്രധാന ആവശ്യമായതുകൊണ്ടും ഇഷ്ടംപോലെ സ്പീഡുള്ള സ്റ്റോറേജ് എനിക്ക് വേണ്ടതുകൊണ്ടും അസ്റോക്കിന്റെ X570 ടൈച്ചി എന്ന പ്രീമിയം മദർ ബോർഡാണ് ഞാൻ എൻ്റെ PC ബിൽഡിന് തിരഞ്ഞെടുത്തത്. ഇത് സൂട്ട് കേസ് പോലുള്ള ഒരു വമ്പൻ ബോക്സിലാണ് കിട്ടുന്നത്. നല്ല പവർ ഡെലിവറിയും നല്ല കമ്പോണന്റുകളുമുള്ള ഈ മദർ ബോർഡ് പ്രോസസ്സർ PVO ഓവർക്ലോക്കിങ്ങിന് ബെസ്റ്റാണ്. ഇതിൽ നമുക്ക് ഒരേ സമയം 3 NVMe SSD ഡിസ്കുകൾ ഇടാം. ഈ 3 NVMe SSDകളെയും ഒരുമിച്ച് തണുപ്പിക്കുന്ന ഹീറ്റ് സിങ്കും ചിപ്സെറ്റിനെ തണുപ്പിക്കുന്ന ഫാനും സ്റ്റീൽ കവറിംഗ് ഉള്ള ഗ്രാഫിക്സ് കാർഡ് ഇടുന്ന PCI സ്ലോട്ടും ഒക്കെ ഇതിന്റെ പ്രീമിയം ഫീച്ചറുകളാണ്. ഈ മദർ ബോർഡിൽ PC ഓൺ ചെയ്യാനോ റീസെറ്റ് ചെയ്യാനോ ഉള്ള സ്വിച്ചുകളും മദർ ബോർഡിലെ പ്രശ്നങ്ങൾ കണ്ടുപിടിക്കാൻ സഹായിക്കുന്ന ഒരു ഡിസ്പ്ലേയും ഉണ്ട്. മാത്രമല്ല ഇത് Wi-Fi 6, Bluetooth 5.2, USB 3.2 Gen 2 ഒക്കെ സപ്പോർട്ട് ചെയ്യും. കാണാൻ മനോഹരമായ ഈ മദർ ബോർഡിൽ 3 സ്ഥലത്ത് ARGB LED ലൈറ്റിംഗ് ഉണ്ട്. 4 DDR4 സ്ലോട്ടുകളിലായിട്ട് മൊത്തം 128 GB വരെ മെമ്മറി നമുക്ക് ഇതിലിടാം. മാത്രമല്ല ഇതിൽ 8 SATA പോർട്ടുകൾ ഉള്ളതുകൊണ്ട് സ്റ്റോറേജിന് ഒരേ സമയം 8 SATA SSDകളോ ഹാർഡ് ഡിസ്കുകളോ ഒക്കെ ഇതിൽ കണക്ട് ചെയ്യാം. ചുരുക്കി പറഞ്ഞാൽ 4K വീഡിയോ എഡിറ്റിംഗ് പോലുള്ള ആവശ്യങ്ങൾക്ക് പറ്റിയൊരു മദർ ബോർഡാണിത്. ഗെയിമിങ്ങിന് ഇത് സൂപ്പറാണ്. ശ്രദ്ധിക്കുക, X570 ടൈച്ചി വലിപ്പം കൂടിയ ATX മദർ ബോർഡാണ്. തീരെ ചെറിയ ക്യാബിനറ്റുകളിൽ ഇത് ഫിറ്റ് ചെയ്യാൻ പറ്റില്ല. പ്രോസസ്സറും കൂളറും മദർ ബോർഡും റെഡി ആയതുകൊണ്ട് നമുക്ക് PC ബിൽഡ് തുടങ്ങാം. ആദ്യം ലിക്വിഡ് കൂളർ ഫിറ്റ് ചെയ്യാനുള്ള ഈ സ്ക്രൂവുകൾ മദർ ബോർഡിൽ പ്രോസസ്സർ സോക്കറ്റിന്റെ ചുറ്റും ഉറപ്പിക്കണം. ഇത് ഡീപ് കൂൾ കാസൽ 360 ലിക്വിഡ് കൂളറിന്റെ മാനുവലാണ്. ഇതിൽ കൂളറിന്റെ കൂടെ കിട്ടുന്ന സാധനങ്ങളുടെ ലിസ്റ്റും എങ്ങനെ ഓരോന്നും ഫിറ്റ് ചെയ്യണമെന്നും വിശദമായിട്ട് കാണിച്ചിട്ടുണ്ട്. ഇന്റലിന്റെയും AMDയുടെയും പലതരം പ്രോസസ്സറുകളുടെ മുകളിൽ ഈ കൂളർ ഫിറ്റ് ചെയ്യാൻ പറ്റും. അതിനൊക്കെ വേണ്ട ഒരുപാട് സാധനങ്ങൾ കൂളറിന്റെ കൂടെ കിട്ടും. മാനുവൽ നോക്കി നമ്മുടെ റൈസൻ AM4 പ്രോസസ്സറിന് വേണ്ട സാധനങ്ങൾ മാത്രം കണ്ടുപിടിക്കുക. ഇതാണ് നമ്മുടെ പ്രോസസ്സറിൽ കൂളർ ഫിറ്റ് ചെയ്യാൻ വേണ്ട സാധനങ്ങൾ. ഇതെങ്ങനെ ഫിറ്റ് ചെയ്യണമെന്നറിയാൻ മാനുവൽ നോക്കുക. മാനുവലിൽ ഈ പേജിൽ AM4 മദർ ബോർഡിലെ CPU ബ്രാക്കറ്റുകൾ മാറ്റി എങ്ങനെ കൂളറിന്റെ R എന്ന് മാർക്ക് ചെയ്ത 4 സ്ക്രൂകൾ മദർ ബോർഡിൽ ഫിറ്റ് ചെയ്യണമെന്ന് കാണിച്ചിട്ടുണ്ട്. ആദ്യം മദർ ബോർഡിലെ പ്രോസസ്സർ സോക്കറ്റിന്റെ സൈഡിലുള്ള ഈ 2 ബ്രാക്കറ്റുകൾ ഊരി മാറ്റാം. ശ്രദ്ധിക്കുക, ഇതിന്റെ പുറകിൽ ഒരു മെറ്റൽ ബാക്ക് പ്ലേറ്റ് ഉണ്ട്. ബ്രാക്കറ്റുകൾ 2 ഊരി മാറ്റുമ്പോൾ മറുവശത്തുള്ള ഈ ബാക്ക് പ്ലേറ്റ് ഇളകി വരും. ഈ പ്ലേറ്റിലെ സ്റ്റാൻഡ് ഓഫുകളിൽ തന്നെയാണ് നമ്മുടെ കൂളറിന്റെ സ്ക്രൂകളും ഫിറ്റ് ചെയ്യുന്നത്. ഈ പ്ലേറ്റ് മദർ ബോർഡിന് സംരക്ഷണം നൽകുന്നു. ഊരി മാറ്റുന്ന സാധനങ്ങളെല്ലാം എവിടെയെങ്കിലും സൂക്ഷിച്ചു വയ്ക്കുക. കൂളറിന്റെ സാധനങ്ങളിൽ നിന്ന് മാനുവലിൽ R എന്ന് കാണിച്ചിട്ടുള്ള 4 സ്ക്രൂകൾ എടുക്കുക. സ്ക്രൂവിന്റെ ഈ മിനുസമുള്ള ഭാഗം താഴത്ത് വരത്തക്ക രീതിയിൽ സ്ക്രൂവുകൾ പ്രോസസ്സറിന് ചുറ്റുമുള്ള ബാക്ക് പ്ലേറ്റ് സ്റ്റാൻഡ് ഓഫുകളിൽ ഇട്ട് തിരിച്ചുറപ്പിക്കുക. മുഴുവൻ ഉറപ്പിച്ചാലും ബാക്ക് പ്ലേറ്റ് ലൂസായിരിക്കും. അത് കുഴപ്പമില്ല. കൂളർ ഉറപ്പിക്കുമ്പോൾ അത് സെറ്റാകും. ഇനി ഈ പ്രോസസ്സർ സോക്കറ്റിൽ നമ്മുടെ റൈസൻ 5900X പ്രോസസ്സർ ഫിറ്റ് ചെയ്യാം.
പ്രോസസ്സർ അതിൻ്റെ സൈഡുകളിൽ പിടിച്ച് സൂക്ഷിച്ചെടുക്കുക. അതിൻ്റെ താഴെ ഇടതുവശത്ത് ഒരു ത്രികോണം കാണാം. ഈ ത്രികോണം പ്രോസസ്സർ സോക്കറ്റിലെ ത്രികോണത്തിന്റെ അടുത്ത് വരത്തക്ക വിധമാണ് പ്രോസസ്സർ സോക്കറ്റിൽ ഇടേണ്ടത്. അതിനാദ്യം സോക്കറ്റിലെ ലോക്ക് കുറച്ച് വലത്തോട്ട് മാറ്റി അത് പൊക്കി വയ്ക്കുക. ത്രികോണങ്ങൾ അടുത്ത് വരത്തക്ക വിധം പ്രോസസ്സർ മദർ ബോർഡ് സോക്കറ്റിലിട്ട് ശരിയായി വീണു എന്ന് ഉറപ്പുവരുത്തി ലോക്ക് തിരിച്ചിടുക. ഇപ്പോൾ പ്രോസസ്സർ മദർ ബോർഡിൽ റെഡിയാണ്. ഇപ്പോൾ ഇത് കൂളർ ഫിറ്റ് ചെയ്യാൻ റെഡിയാണ്. എന്നാൽ കൂളറിൽ പമ്പും ട്യൂബുകളും റേഡിയേറ്ററും ഒക്കെ ഉള്ളതുകൊണ്ട് അത് നമുക്ക് അവസാനം ചെയ്യുന്നതാണ് നല്ലത്. ഇനി നമുക്കിതിൽ സ്റ്റോറേജ് ഡിസ്കുകളും മെമ്മറി മൊഡ്യൂളുകളും ഇടാം. സ്റ്റോറേജിന് ഞാൻ 2 NVMe M.2 SSDകളാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത്. എൻ്റെ മെയിൻ SSD വളരെ വേഗത കൂടിയ, അതായത് ഏകദേശം 7000 MB/s വരെ വേഗതയുള്ള വെസ്റ്റേൺ ഡിജിറ്റലിന്റെ WD ബ്ലാക്ക് SN850 1TB മോഡലാണ്. രണ്ടാമത്തേത് 4000 MB/s വരെ വേഗത കിട്ടുന്ന WD ബ്ലൂ SN580 500GB മോഡലാണ്. ഇത് രണ്ടും സ്പീഡും ചൂടും കൂടുതലുള്ള PCI Gen 4 മോഡലുകളാണ്. സ്മൂത്തായ 4K വീഡിയോ എഡിറ്റിങ്ങിന് വേഗത കൂടിയ NVMe ഡിസ്ക് വാങ്ങുന്നതാണ് നല്ലത്. ശ്രദ്ധിക്കുക, SSD മോഡലുകളുടെ പുതിയ പതിപ്പുകൾ ഇടയ്ക്കിടയ്ക്ക് ഇറങ്ങും. 2025 ഒക്ടോബറിൽ വാങ്ങാൻ പറ്റിയ ബെസ്റ്റ് PCI Gen 4 WD ബ്ലാക്ക് മോഡൽ SN7100 ആണ്. ഏറ്റവും മികച്ച WD ബ്ലൂ മോഡൽ SN5100 ആണ്. ഒരു യൂട്യൂബ് വീഡിയോ ഉണ്ടാക്കാൻ ഏകദേശം 100-150 GB 4K വീഡിയോ ആണ് ഞാൻ സാധാരണ റെക്കോർഡ് ചെയ്യാറ്. അതുകൊണ്ട് NVMe SSDകൾക്ക് പുറമെ ഇന്റേണൽ SATA SSD, ഇന്റേണൽ ഹാർഡ് ഡിസ്ക്, എക്സ്റ്റേണൽ ഹാർഡ് ഡിസ്ക്, എക്സ്റ്റേണൽ SSD ഒക്കെ ഞാൻ എൻ്റെ PCL സ്റ്റോറേജിന് ഉപയോഗിക്കുന്നുണ്ട്. ഈ മദർ ബോർഡിൽ NVMe SSD സ്ലോട്ടുകളുടെ മുകളിലായിട്ട് വലിയൊരു ഹീറ്റ് സിങ്ക് ഉണ്ട്. ഇതിനുള്ളിലാണ് നമ്മൾ ഈ SSDകൾ ഫിറ്റ് ചെയ്യുന്നത്. അതിനാദ്യം ഹീറ്റ് സിങ്കിന് ചുറ്റുമുള്ള ഈ 3 സ്ക്രൂവും അഴിച്ചു മാറ്റുക. സാധാരണ പ്രീമിയം മദർ ബോർഡുകളിലാണ് ഇങ്ങനെയുള്ള ഹീറ്റ് സിങ്ക് കാണുക. പവർഫുള്ളായ SSDകൾ പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാക്കുന്ന ചൂട് കുറയ്ക്കാൻ ഇത് സഹായിക്കും. സ്ക്രൂകൾ ഊരി മാറ്റിയതിനു ശേഷം ശ്രദ്ധയോടെ ഹീറ്റ് സിങ്ക് ഇളക്കിയെടുക്കുക. ഇപ്പോൾ നമുക്ക് അതിനടിയിലുള്ള 3 NVMe SSD സ്ലോട്ടുകളും കാണാം. ഹീറ്റ് സിങ്കിൽ എല്ലാ SSD സ്ലോട്ടുകളുടെയും മുകളിലായിട്ട് തെർമൽ പാഡുകൾ ഒട്ടിച്ചിട്ടുണ്ട്. ഹീറ്റ് സിങ്ക് തിരിച്ചിടുമ്പോൾ ഈ പാഡുകൾ SSDയുടെ മുകളിൽ ചേർന്നിരിക്കും. ചൂട് പെട്ടെന്ന് നീക്കാൻ ഇത് സഹായിക്കുന്നു. ഏറ്റവും താഴത്തെ സ്ലോട്ടിൽ SSD ഇടാത്തതുകൊണ്ട് അതിൻ്റെ തെർമൽ പാഡിൻ്റെ സ്റ്റിക്കർ ഞാൻ ഊരിയിട്ടില്ല. ഈ സ്ലോട്ട് ഉപയോഗിക്കുമ്പോൾ സ്റ്റിക്കർ ഇങ്ങനെ ഊരി മാറ്റുക. ചിപ്സെറ്റിനെ തണുപ്പിക്കുന്ന ഫാനും CMOS ബാറ്ററിയും ഒക്കെ ഈ ഹീറ്റ് സിങ്കിന്റെ അടിയിലാണുള്ളത്. SSDകൾ സെറ്റ് ചെയ്തതിനു ശേഷം ഹീറ്റ് സിങ്ക് തിരിച്ചു വെച്ച് സ്ക്രൂകൾ ഉപയോഗിച്ച് അത് ഉറപ്പിക്കുക. അങ്ങനെ ഇപ്പോൾ നമ്മുടെ PCയിൽ സ്റ്റോറേജ് റെഡിയാണ്. ഇനി നമുക്കിതിൽ മെമ്മറി ഇടാം. ഈ ബിൽഡിന് ആദ്യം ഞാൻ പ്ലാൻ ചെയ്തത് എയർ കൂളർ ആയിരുന്നു. അതുകൊണ്ട് എയർ കൂളറിന് തടസ്സമുണ്ടാക്കാത്ത പൊക്കം കുറഞ്ഞ കോർസെയർ വെഞ്ചിയൻസിന്റെ RGB Pro SL എന്ന 16 GB മൊഡ്യൂളുകൾ 2 എണ്ണമുള്ള മെമ്മറി കിറ്റാണ് ആദ്യം വാങ്ങിയത്. അങ്ങനെ തുടക്കത്തിൽ 32 GB RAM ആണ് ഉണ്ടായിരുന്നത്. എന്നാൽ പിന്നീട് ഞാൻ കോർസെയറിന്റെ തന്നെ വെഞ്ചിയൻസ് RGB RS എന്ന 16 GB മോഡൽ 2 എണ്ണമുള്ള ഒരു മെമ്മറി കിറ്റ് കൂടെ വാങ്ങി മൊത്തം RAM 64 GB ആക്കി. കോർസെയർ പറയുന്നത് ഇങ്ങനെ RAM മോഡ്യൂളുകൾ മിക്സ് ചെയ്യരുതെന്നാണ്. ഞാൻ ഈ പരിപാടി റെക്കമെൻഡും ചെയ്യില്ല. എന്നാൽ 2 മോഡ്യൂളുകളും ഒരേ സ്പെസിഫിക്കേഷൻ ആയതുകൊണ്ട് എനിക്ക് ഇതുവരെ പ്രശ്നം വന്നിട്ടില്ല. നിങ്ങൾ RAM വാങ്ങുമ്പോൾ ഇങ്ങനെ മിക്സ് ചെയ്യരുത്. കമ്പ്യൂട്ടറിന് പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യത കൂടും. നല്ല ക്വാളിറ്റിയുള്ള ഈ RAM മോഡ്യൂളുകളിൽ ചൂട് കുറയ്ക്കാൻ മെറ്റൽ ഹീറ്റ് സ്പ്രെഡറുകളുണ്ട്. ഈ 2 മോഡലിലും RGB ലൈറ്റിംഗും ഉണ്ട്. ഇതിന്റെ LED ലൈറ്റുകളുടെ കളറുകൾ നമുക്ക് കോർസെയറിന്റെ IQ പോലുള്ള RGB സോഫ്റ്റ്വെയറുകൾ ഉപയോഗിച്ച് മാറ്റാൻ പറ്റും. ഗെയിമിങ്ങിന് 16 GB RAM ഓക്കെയാണ്. എന്നാൽ ഫ്യൂച്ചർ പ്രൂഫിങ്ങിനും 4K വീഡിയോ എഡിറ്റിങ്ങിനും ഒക്കെ 32 GB ആണ് നല്ലത്. പൈസ ഉണ്ടെങ്കിൽ 64 GB സെറ്റ് ചെയ്യാം. പിന്നെ റാമിനെ കുറിച്ച് ചിന്തിക്കുകയേ വേണ്ട. ഇനി നമുക്ക് ഈ RAM മോഡ്യൂളുകൾ മദർ ബോർഡിൽ ഫിറ്റ് ചെയ്യാം. ശ്രദ്ധിക്കുക, 4 RAM സ്ലോട്ടുകളുള്ള മദർ ബോർഡിൽ 2 RAM മോഡ്യൂളുകൾ മാത്രമാണ് ഇടുന്നതെങ്കിൽ മദർ ബോർഡ് മാനുവൽ നോക്കി അതിൽ പറഞ്ഞിരിക്കുന്ന സ്ലോട്ടുകളിൽ RAM ഇടുക. അല്ലെങ്കിൽ ചിലപ്പോൾ കമ്പ്യൂട്ടർ വർക്ക് ചെയ്യില്ല. എന്നാൽ ഈ ബിൽഡിന് ഞാൻ 4 സ്ലോട്ട് ഉപയോഗിക്കുന്നതുകൊണ്ട് ആ പ്രശ്നമില്ല. ആദ്യം RAM സ്ലോട്ടിന്റെ സൈഡിലുള്ള ലോക്കുകൾ പുറകോട്ട് മാറ്റുക. ഈ മദർ ബോർഡിൽ അത് ഒരു സൈഡിൽ ചെയ്താൽ മതി. എന്നാൽ ചില മദർ ബോർഡുകളിൽ അത് 2 സൈഡിലും ചെയ്യണം. ആദ്യം RAM മോഡ്യൂൾ സ്ലോട്ടിൽ ഇടേണ്ട കറക്റ്റ് സൈഡ്, അതിന്റെ താഴെയുള്ള വെട്ടും സ്ലോട്ടിലെ തടിപ്പും നോക്കി മനസ്സിലാക്കുക. എന്നിട്ട് RAM സ്ലോട്ടിന്റെ സൈഡുകളിലുള്ള ലോക്കുകളുടെ വിടവിനിടയിലൂടെ ഇട്ട് ബലം കൊടുത്ത് ഉറപ്പിക്കുക. അപ്പോൾ ലോക്കുകൾ തനിയെ തിരിച്ചു വീഴും. അങ്ങനെ എല്ലാ RAM മോഡ്യൂളുകളും മദർ ബോർഡിൽ ഫിറ്റ് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ മദർ ബോർഡിൽ കൂളർ ബ്രാക്കറ്റ്, മെമ്മറി, സ്റ്റോറേജ് ഒക്കെ സെറ്റാണ്. ഇനി വേണമെങ്കിൽ നമുക്കിത് ക്യാബിനറ്റിൽ ഫിറ്റ് ചെയ്യാം. എന്നാൽ ഈ PC ബിൽഡ് വിശദമായിട്ട് പറഞ്ഞു തരാൻ ഞാൻ ആദ്യം കൂളർ, ഗ്രാഫിക്സ് കാർഡ്, പവർ സപ്ലൈ, ക്യാബിനറ്റ് ഫാനുകൾ ഒക്കെ ക്യാബിനറ്റിന്റെ പുറത്ത് വെച്ച് കണക്ട് ചെയ്ത് കാണിക്കാം. പിന്നെ എല്ലാം ഊരി മാറ്റി ക്യാബിനറ്റിനകത്ത് എങ്ങനെ സെറ്റ് ചെയ്യാമെന്നും കാണിക്കാം. ആദ്യം നമുക്ക് ലിക്വിഡ് കൂളർ പ്രോസസറിന്റെ മുകളിൽ ഫിറ്റ് ചെയ്യാം. ലിക്വിഡ് കൂളറിൽ ഒരുപാട് സാധനങ്ങൾ ഉള്ളതുകൊണ്ട് മാനുവൽ വായിച്ചു നോക്കി കുറച്ച് സമയം എടുത്ത് വേണം അത് സെറ്റ് ചെയ്യാൻ. ഇതിൽ കൂളർ ബ്രാക്കറ്റ് ഫിറ്റ് ചെയ്യുന്നത് ഞാൻ നേരത്തെ കാണിച്ചല്ലോ. സാധാരണ ലിക്വിഡ് കൂളർ മദർ ബോർഡ് ക്യാബിനറ്റിൽ സെറ്റ് ചെയ്തതിന് ശേഷമാണ് പ്രോസസറിന്റെ മുകളിൽ ഫിറ്റ് ചെയ്യുക. അതുകൊണ്ടാണ് കൂളർ ബ്രാക്കറ്റ് മാത്രം നമ്മൾ ആദ്യം മദർ ബോർഡിൽ ഫിറ്റ് ചെയ്തത്. ഇനി നമുക്ക് ഈ കൂളറിന്റെ വിവിധ ഭാഗങ്ങൾ പരിചയപ്പെടാം. ചൂട് പുറത്ത് കളയുന്ന റേഡിയേറ്റർ, അതിൽ ഫിറ്റ് ചെയ്യുന്ന ഫാനുകൾ, റേഡിയേറ്റർ ഉറപ്പിച്ചിരിക്കുന്ന ട്യൂബുകൾ, അതിൻ്റെ മറുവശത്തുള്ള പമ്പ്, പമ്പിൻ്റെ താഴെയുള്ള പ്രോസസറിന് ചൂട് വലിച്ചെടുക്കുന്ന മെറ്റൽ കോൾഡ് പ്ലേറ്റ് എന്നിവയാണ് കൂളറിൻ്റെ പ്രധാന ഭാഗങ്ങൾ.
പിന്നെ തീർച്ചയായും വായിച്ചിരിക്കേണ്ട മാനുവലും ഇതെല്ലാം ഫിറ്റ് ചെയ്യാനുള്ള സ്ക്രൂവുകൾ, മെറ്റൽ പ്ലേറ്റുകൾ തുടങ്ങി ഒരു ലോഡ് സാധനങ്ങളും മദർ ബോർഡിൽ കണക്ട് ചെയ്യാൻ സഹായിക്കുന്ന ഹബ്ബുകളും ഇതിലെ RGB ലൈറ്റിംഗ് കൺട്രോൾ ചെയ്യാനുള്ള ഒരു കൊച്ചു കൺട്രോളറും ഇതിലുണ്ട്. ഇതിൽ RGB ലൈറ്റിങ്ങിനുള്ള 3 PWM ഫാനുകളാണുള്ളത്. ഓരോ ഫാനിലും 2 കേബിളുകളുണ്ട്. ഇത് 4 പിന്നിന്റെ ഫാനിനെ കറക്കാൻ പവർ നൽകുന്ന സ്റ്റാൻഡേർഡ് PWM കേബിളാണ്. PWM ഫീച്ചറുള്ള 4 പിന്നുകൾ ഉള്ളതുകൊണ്ട് പ്രോസസ്സറിന്റെ ചൂടനുസരിച്ച് മദർ ബോർഡിന് ഫാനിന്റെ സ്പീഡ് മാറ്റാൻ പറ്റും. രണ്ടാമത്തത് ഫാനിന്റെ RGB LED ലൈറ്റിംഗ് പവർ ചെയ്യാനും കൺട്രോൾ ചെയ്യാനുമുള്ള ഒരു 3 പിൻ ARGB കേബിളാണ്. ശ്രദ്ധിക്കുക, ഇതൊരു സ്റ്റാൻഡേർഡ് ARGB കണക്ടർ അല്ല, ഡീപ് കൂൾ ഉപയോഗിക്കുന്ന പ്രത്യേകതരം കേബിളാണിത്. എന്നാൽ ഇത് മദർ ബോർഡിലെ സ്റ്റാൻഡേർഡ് ARGB ഹെഡറിൽ കണക്ട് ചെയ്യാനുള്ള സ്പ്ലിറ്റർ ഹബ്ബും ഒരു കേബിളും ഡീപ് കൂൾ തരുന്നുണ്ട്. ഇനി നമുക്ക് കൂളർ പമ്പിലെ കണക്ഷനുകൾ നോക്കാം. ഇതിൽ 3 പിന്നിന്റെ പമ്പ് പ്രവർത്തിപ്പിക്കുന്ന കേബിളും 3 പിന്നിന്റെ LED ലൈറ്റിംഗ് നിയന്ത്രിക്കുന്ന ARGB കേബിളും ഉണ്ട്. ഈ പമ്പ് കേബിളിൽ 3 പിന്നുകൾ മാത്രം കൊടുത്തിരിക്കുന്നത് ഇതിന്റെ പമ്പ് ഒറ്റ സ്പീഡിൽ, അതായത് ഫുൾ സ്പീഡിൽ പ്രവർത്തിക്കുന്നത് കൊണ്ടാണ്. എന്നാൽ ഇത് സാധാരണ കണക്ട് ചെയ്യുന്നത് AO പമ്പ്, WP പമ്പ്, ചേസിസ് ഫാൻ എന്നൊക്കെ എഴുതിയിട്ടുള്ള മദർ ബോർഡുകളിലെ 4 പിൻ PWM ഹെഡറിലാണ്. അതുകൊണ്ട് ഈ ഹെഡർ ഫുൾ സ്പീഡിൽ ഓടാൻ ബയോസ് ഉപയോഗിച്ച് സെറ്റ് ചെയ്യേണ്ടതാണ്. എന്നാൽ നിങ്ങളുടെ കൂളറിന്റെ പമ്പ് കേബിൾ 4 പിന്നാണെങ്കിൽ ഈ പ്രശ്നമില്ല. പമ്പിന്റെ ARGB കേബിൾ ഫാനിന്റെ ARGB കേബിളുകൾക്കൊപ്പം കൂളറിന്റെ കൂടെ കിട്ടുന്ന ARGB സ്പ്ലിറ്റർ ഹബ്ബിൽ കണക്ട് ചെയ്യാം. കൂളറിന്റെ 3 ഫാനുകൾ എല്ലാം കൂടെ ധാരാളം കണക്ഷനുകൾ ഉള്ളതുകൊണ്ട് അതെല്ലാം നേരിട്ട് മദർ ബോർഡിൽ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റില്ല. PWM ഫാൻ കേബിളുകളും ARGB കേബിളുകളും മദർ ബോർഡിൽ കണക്ട് ചെയ്യാൻ വേണ്ടി ഡീപ് കൂൾ 2 സ്പ്ലിറ്റർ ഹബ്ബുകൾ തന്നിട്ടുണ്ട്. ഇത് ഫാനിന് പവർ നൽകുകയും അതിന്റെ സ്പീഡ് നിയന്ത്രിക്കുകയും ചെയ്യുന്ന 3 ഫാനിന്റെയും PWM കേബിളുകൾ കണക്ട് ചെയ്യാനുള്ള സ്പ്ലിറ്റർ ഹബ്ബാണ്. ഇതിൽ 4 സെറ്റ് ഹെഡറുകളുണ്ട്. അതിൽ 3 എണ്ണമേ നമുക്ക് ആവശ്യമുള്ളൂ. ഇതിലെ ആദ്യത്തെ വെള്ള നിറത്തിലുള്ള ഹെഡർ തൊട്ടാണ് ഫാൻ കേബിളുകൾ കണക്ട് ചെയ്യേണ്ടത്. ഈ വെള്ള ഹെഡറിൽ കണക്ട് ചെയ്ത ഫാനിന്റെ വേഗത മാത്രമാണ് സ്പ്ലിറ്റർ മദർ ബോർഡിനെ അറിയിക്കുക. ഈ ഹബിന്റെ മറുവശത്തുള്ള 4 പിൻ കേബിൾ മദർ ബോർഡിലെ 4 പിൻ CPU ഫാൻ ഹെഡറിലാണ് കണക്ട് ചെയ്യുക. മദർ ബോർഡ് പ്രോസസ്സറിന്റെ ചൂടനുസരിച്ച് 3 ഫാനുകളുടെയും വേഗത ഒരുപോലെ മാറ്റും. എന്നാൽ വെള്ള ഹെഡറിൽ കണക്ട് ചെയ്ത ഫാനിന്റെ സ്പീഡ് മാത്രമാണ് നമുക്ക് ബയോസിൽ കാണാൻ പറ്റുക. മറ്റുള്ള ഫാനുകളും അതേ സ്പീഡിൽ ഓടുന്നു എന്ന് നമുക്ക് അനുമാനിക്കാം. ഇത് ഫാനുകളുടെയും കൂളർ പമ്പിന്റെയും 3 പിൻ ARGB കേബിളുകൾ കണക്ട് ചെയ്യാനുള്ള ARGB സ്പ്ലിറ്റർ ഹബ്ബാണ്. ഇതിൽ 5 3 പിൻ ഹെഡറുകളുണ്ട്. എന്നാൽ ഫാനുകളുടെ ARGB കേബിളുകൾ കണക്ട് ചെയ്യാൻ 1, 2, 3 എന്ന് മാർക്ക് ചെയ്ത ആദ്യത്തെ 3 ഹെഡറുകൾ മാത്രമാണ് ഉപയോഗിക്കുക. ഹബിന്റെ അറ്റത്തുള്ള ഈ ARGB ഹെഡറിലാണ് പമ്പിന്റെ ARGB കേബിൾ കണക്ട് ചെയ്യേണ്ടത്. അതായത് ഈ സ്പ്ലിറ്റർ ഒരേ സമയം ഫാനുകളുടെയും പമ്പിന്റെയും LED ലൈറ്റിംഗ് മാറ്റാൻ സഹായിക്കുന്നു. ഇതിന്റെ മറുവശത്ത് ഒരു 3 പിൻ ARGB കേബിളാണുള്ളത്. ഇത് നമുക്ക് 2 രീതിയിൽ പ്രധാനമായും ഉപയോഗിക്കാം. ഒന്നുകിൽ ഡീപ് കൂൾ തന്നിരിക്കുന്ന 3 പിൻ ടു ARGB കൺവെർട്ടർ കേബിൾ ഉപയോഗിച്ച് ഇത് മദർ ബോർഡിലെ 4 പിൻ ARGB ഹെഡറിൽ കണക്ട് ചെയ്യാം. അങ്ങനെ ചെയ്താൽ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് അല്ലെങ്കിൽ മദർ ബോർഡിന്റെ ബയോസ് ഉപയോഗിച്ച് നമുക്ക് LED ലൈറ്റിംഗ് മാറ്റാം. അല്ലെങ്കിൽ ഇത് ഡീപ് കൂൾ തന്നിരിക്കുന്ന ARGB കൺട്രോളറിൽ കണക്ട് ചെയ്യാം. എന്നിട്ട് ഈ കൺട്രോളറിലെ സ്വിച്ചുകൾ ഉപയോഗിച്ച് നമുക്ക് LED ലൈറ്റിംഗ് മാറ്റാം. ഈ കൺട്രോളറിന് LED ലൈറ്റുകൾ കത്തിക്കാൻ പവർ വേണം. അതിന് ഇതിലെ സാറ്റ കണക്ടർ പവർ സപ്ലൈയിലെ സാറ്റ കേബിളിൽ കണക്ട് ചെയ്യാം. ഈ കൺട്രോളർ ഉപയോഗിച്ച് LED ലൈറ്റിന്റെ എഫക്റ്റുകൾ മാറ്റാനും അതിന്റെ വേഗത മാറ്റാനും LED ലൈറ്റുകൾ ഓഫ് ചെയ്യാനും ഒക്കെ പറ്റും. ഡീപ് കൂളിന്റെ മാനുവലിൽ എല്ലാം എങ്ങനെ കണക്ട് ചെയ്യണമെന്ന് വിശദമായി കാണിച്ചിട്ടുണ്ട്. ഇത് ഫാനുകളുടെയും പമ്പിന്റെയും പവർ കണക്ഷന്റെ പടമാണ്. ARGB LED കണക്ഷനുകൾ എങ്ങനെ ചെയ്യണമെന്ന് ഈ പടത്തിലുണ്ട്. ഇതെല്ലാം കണക്ട് ചെയ്യുന്നത് വിശദമായിട്ട് ഞാൻ ഇനി കാണിക്കാം. കൂളർ ഫിറ്റ് ചെയ്യാൻ ആദ്യം ഈ ബ്രാക്കറ്റുകൾ കൂളർ പമ്പിന്റെ പുറകിൽ ഫിറ്റ് ചെയ്യണം. ഈ ബ്രാക്കറ്റുകൾ ഉപയോഗിച്ചാണ് നമ്മൾ കൂളറിനെ പ്രോസസ്സറിന്റെ മുകളിൽ ഉറപ്പിക്കുക. നമ്മൾ ഉപയോഗിക്കുന്നത് Ryzen AM4 പ്രോസസ്സറിന് വേണ്ട ബ്രാക്കറ്റാണ്. ശ്രദ്ധിക്കുക, ഇത് ഞാൻ രണ്ടാമത് ഫിറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് ഈ മെറ്റൽ പ്ലേറ്റിൽ തെർമൽ പേസ്റ്റ് ഇല്ലാത്തത്. ആദ്യമായിട്ടാണ് ഫിറ്റ് ചെയ്യുന്നതെങ്കിൽ ഇതിൽ പേസ്റ്റ് കാണും. അപ്പോൾ സൂക്ഷിച്ച് പേസ്റ്റ് തട്ടാതെ ബ്രാക്കറ്റുകൾ ഫിറ്റ് ചെയ്യുക. ഇനി നമുക്ക് റേഡിയേറ്ററിൽ ഈ 3 ഫാനുകളും ഫിറ്റ് ചെയ്യാം. റേഡിയേറ്ററിൽ ട്യൂബുകൾ ഘടിപ്പിച്ചിരിക്കുന്ന സൈഡിൽ വേണം ഫാനുകൾ ഫിറ്റ് ചെയ്യാൻ. ഫാൻ എക്സോസ്റ്റായി വർക്ക് ചെയ്യുന്ന സൈഡ് മുകളിൽ വരത്തക്ക രീതിയിൽ 3 ഫാനുകളും റേഡിയേറ്ററിൽ വെക്കുക. തടസ്സങ്ങളില്ലാത്ത മനോഹരമായ സൈഡാണിത്. ശ്രദ്ധിക്കുക, 3 ഫാനിന്റെയും കേബിളുകൾ ഒരേ സൈഡിലാണ് എന്ന് ഉറപ്പുവരുത്തുക. റേഡിയേറ്റർ ക്യാബിനറ്റിൽ ഫിറ്റ് ചെയ്യുമ്പോൾ കേബിളുകളെല്ലാം ക്യാബിനറ്റിന്റെ പുറകുവശത്ത് വരത്തക്ക വിധം വേണം ഫാൻ വെക്കാൻ. തന്നിരിക്കുന്ന 12 വലിയ സ്ക്രൂകൾ ഉപയോഗിച്ച് ഫാനുകൾ റേഡിയേറ്ററിൽ ഉറപ്പിക്കുക. ഇപ്പോൾ നമ്മുടെ കൂളർ പ്രോസസറിന്റെ മുകളിൽ ഫിറ്റ് ചെയ്യാൻ റെഡിയാണ്. ഈ ബിൽഡ് ക്യാബിനറ്റിന്റെ പുറത്ത് കാണിക്കാൻ തെർമൽ പേസ്റ്റ് ഇല്ലാതെയാണ് കൂളർ ഞാനിപ്പം ഫിറ്റ് ചെയ്യുന്നത്. ഒരിക്കലും ഇങ്ങനെ ചെയ്യരുത്, കാരണം പേസ്റ്റ് ഇട്ടില്ലെങ്കിൽ കമ്പ്യൂട്ടറിന്റെ പെർഫോമൻസ് വളരെ കുറയും. കൂളർ ഊരി പിന്നീട് വീണ്ടും ക്യാബിനറ്റിനുള്ളിൽ വെച്ച് ഫിറ്റ് ചെയ്യുന്നത് കൊണ്ട് മാത്രമാണ് പേസ്റ്റ് ഇല്ലാതെ കൂളർ ഇപ്പം ഞാൻ ഫിറ്റ് ചെയ്യുന്നത്. കൂളറിന്റെ കറക്റ്റ് സൈഡ് നോക്കി അതിലെ ബ്രാക്കറ്റുകൾ നേരത്തെ ഫിറ്റ് ചെയ്ത സ്ക്രൂകളിൽ ഇടുക. എന്നിട്ട് ഈ വലിയ നട്ടുകൾ ഉപയോഗിച്ച് ബ്രാക്കറ്റുകൾ ഉറപ്പിക്കുക. കോണോട് കോൺ വേണം ഇത് മുറുക്കാൻ. പ്രോസസ്സർ ശരിയായിട്ട് ഉറച്ചിരിക്കാൻ ഇങ്ങനെ ചെയ്യുന്നതാണ് നല്ലത്. അവസാനം സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ച് നമുക്ക് മുറുക്കാം, പക്ഷെ ഒരുപാട് ബലം കൊടുക്കരുത്. ഇപ്പം നമ്മുടെ കൂളർ പ്രോസസ്സറിൽ സെറ്റാണ്. കൂളർ പമ്പിന്റെ 3 പിൻ പവർ കേബിൾ മദർ ബോർഡിലെ CPU ഫാൻ 2 അല്ലെങ്കിൽ
WP ഫാൻ എന്ന് എഴുതിയിട്ടുള്ള 4 പിൻ ഫാൻ ഹെഡറിൽ കണക്ട് ചെയ്യുക. WP എന്നത് വാട്ടർ പമ്പ് എന്നതിൻ്റെ ചുരുക്കെഴുത്താണ്. ഈ ഹെഡർ ഇല്ലെങ്കിൽ ചേസിസ് ഫാൻ ഹെഡറിലും ഇത് കണക്ട് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് ഫാനിൻ്റെ കണക്ഷനുകൾ കൊടുക്കാം. തന്നിരിക്കുന്ന ഫാൻ സ്പ്ലിറ്റർ ഹബ്ബ് എടുത്ത് അതിലെ വെള്ള ഹെഡർ തൊട്ട് എല്ലാ ഫാനുകളുടെയും 4 പിൻ PWM കേബിളുകൾ കറക്റ്റ് സൈഡ് നോക്കി കണക്ട് ചെയ്യുക. എന്നിട്ട് ഹബിൻ്റെ അറ്റത്തുള്ള 4 പിൻ കേബിൾ മദർ ബോർഡിലെ CPU ഫാൻ ഹെഡറിൽ കറക്റ്റ് സൈഡ് നോക്കി കണക്ട് ചെയ്യുക. പ്രോസസറിന്റെ ചൂടനുസരിച്ച് മദർ ബോർഡ് ഫാനുകളുടെ വേഗത മാറ്റും. ഇനി നമുക്ക് RGB ലൈറ്റുകളുടെ കണക്ഷനുകൾ കൊടുക്കാം. ARGB സ്പ്ലിറ്റർ ഹബ്ബ് എടുത്ത് 3 ഫാനിൻ്റെയും ARGB കേബിളുകൾ കറക്റ്റ് സൈഡ് നോക്കി ഹബിലെ ഒന്നാമത്തെ ഹെഡർ തൊട്ട് കണക്ട് ചെയ്യുക. എന്നിട്ട് പമ്പിന്റെ സൈഡിലുള്ള ARGB കേബിൾ എടുത്ത് ഹബിന്റെ അറ്റത്തുള്ള ഹെഡറിൽ കണക്ട് ചെയ്യുക. അവസാനമായി ARGB ഹബിന്റെ മറുവശത്തുള്ള 3 പിൻ കേബിൾ തന്നിരിക്കുന്ന ARGB കൺട്രോളറിൽ കണക്ട് ചെയ്യുക. ഇതിലെ ബട്ടണുകൾ ഉപയോഗിച്ചാണ് കൂളർ പമ്പിലെയും കൂളർ ഫാനുകളുടെയും LED ലൈറ്റിംഗ് നമ്മൾ കൺട്രോൾ ചെയ്യുക. ഇതിലെ സാറ്റ കണക്ടർ പിന്നീട് നമ്മൾ പവർ സപ്ലൈയിലും കണക്ട് ചെയ്യും. ഇപ്പോൾ കൂളറിന്റെ എല്ലാ കണക്ഷനുകളും റെഡിയാണ്. ഇനി നമുക്ക് ഈ ബിൽഡിന്റെ താരത്തെ പരിചയപ്പെടാം. ശ്രദ്ധിക്കുക, AM4 5900X CPUവിൽ ഇന്റഗ്രേറ്റഡ് ഗ്രാഫിക്സ് പ്രോസസ്സർ ഇല്ല. അതായത് PC വർക്ക് ചെയ്യണമെങ്കിൽ ഗ്രാഫിക്സ് കാർഡ് കൂടെ വേണം. പ്രധാനമായും 3 കമ്പനികളാണ് ഗ്രാഫിക്സ് കാർഡിന് വേണ്ട ചിപ്പുകൾ ഉണ്ടാക്കുന്നത്. AMD, NVIDIA, പിന്നെ ഇപ്പോൾ ഇന്റലും. ഇവരുണ്ടാക്കുന്ന ഈ ചിപ്പുകൾ വാങ്ങി MSI, ASUS, Gigabyte തുടങ്ങിയ കമ്പനികൾ ഗ്രാഫിക്സ് കാർഡുകൾ ഉണ്ടാക്കി വിൽക്കുന്നു. നമ്മളത് വാങ്ങി PC ബിൽഡ് ചെയ്യുന്നു. ഇങ്ങനെയുള്ള ഗ്രാഫിക്സ് കാർഡുകളെ സാധാരണ AAB കാർഡുകൾ എന്നാണ് വിളിക്കാറ്. AAB എന്നത് ആഡ് ഇൻ ബോർഡ് എന്നതിന്റെ ചുരുക്കെഴുത്താണ്. എന്നാൽ NVIDIA സ്വന്തമായിട്ട് മനോഹരമായ ഗ്രാഫിക്സ് കാർഡുകൾ ഉണ്ടാക്കുന്നുണ്ട്. കുറച്ചെണ്ണം മാത്രം ഉണ്ടാക്കുന്ന ഇതിനെ ഫൗണ്ടേഴ്സ് എഡിഷൻ ഗ്രാഫിക്സ് കാർഡ് എന്നാണ് വിളിക്കുന്നത്. ഞാൻ PC ബിൽഡ് ചെയ്യുന്നതിന് കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് തൊട്ട് 3000 സീരീസിലെ ഫൗണ്ടേഴ്സ് എഡിഷൻ ഗ്രാഫിക്സ് കാർഡുകൾ ഇന്ത്യയിൽ വിൽക്കാൻ തുടങ്ങിയിരുന്നു. പ്രീമിയം മോഡലായ 3080 Ti FE മോഡൽ വാങ്ങാൻ ഞാനൊരു അപേക്ഷ ഓൺലൈൻ വഴി നൽകിയിരുന്നു. കുറച്ച് മാസങ്ങൾ കഴിഞ്ഞ് എനിക്ക് മനോഹരമായ 3080 Ti FE വാങ്ങാൻ പറ്റി. ഇന്നും ഇതൊരു പവർഫുൾ ഗ്രാഫിക്സ് കാർഡാണ്. 4K ഗെയിമിങ്ങിന് ഡിസൈൻ ചെയ്ത ഈ കാർഡിൽ 12 GB VRAM ഉണ്ട്. എല്ലാ ഗെയിമുകളും ഇതിൽ പറവറക്കും. 4K വീഡിയോസൊക്കെ ഇതിൽ വളരെ പെട്ടെന്ന് എക്സ്പോർട്ട് ചെയ്യാൻ പറ്റും. 2 സൈഡിലായി പുഷ്പുൾ രീതിയിൽ വർക്ക് ചെയ്യുന്ന ശബ്ദം കുറഞ്ഞ 2 ഫാനുകളും ലോഗോയിലും സൈഡിലും മിതമായ ലൈറ്റിങ്ങും ഒക്കെ ഇതിലുണ്ട്. എന്നാൽ ഇത് ബ്ലാക്ക് കളറിൽ മാത്രമേ കിട്ടൂ. ഈ 3080 Ti ഗ്രാഫിക്സ് കാർഡും 5900X പ്രോസസറും കൂടെ ഏകദേശം 500 വാട്ട് പവർ വേണം. ബാക്കി എല്ലാം കൂടെ 200 വാട്ട് കൂട്ടിയാൽ പോലും മൊത്തം 700 വാട്ട് മതി. അതായത് നമ്മുടെ PCക്ക് ഒരു 850 വാട്ടിന്റെ ഗോൾഡ് റേറ്റഡ് പവർ സപ്ലൈ ആണ് ബെസ്റ്റ്. ഗോൾഡ് റേറ്റിംഗ് ഉള്ള പവർ സപ്ലൈ കൂടുതൽ എഫിഷ്യൻ്റ് ആയതുകൊണ്ട് ചൂടും ശബ്ദവും അതിൽ കുറവായിരിക്കും. മാത്രമല്ല വില കൂടിയ ഈ പവർ സപ്ലൈകളിൽ ദീർഘകാലം നിലനിൽക്കുന്ന ക്വാളിറ്റിയുള്ള കമ്പോണന്റുകളാണ് ഉപയോഗിക്കുന്നത്. എന്നാൽ ഞാൻ വാങ്ങിയത് 1000 വാട്ട് വരെ തരുന്ന കോർസെയറിന്റെ RM1000X എന്ന ഒരു പ്രീമിയം പവർ സപ്ലൈ ആണ്. ഫ്യൂച്ചർ പ്രൂഫിങ്ങിന് നമുക്ക് ആവശ്യമുള്ളതിനേക്കാൾ കുറച്ചുകൂടെ അധികം പവർ തരുന്ന PSC വാങ്ങുന്നതാണ് നല്ലത്. RM1000X ഒരു ഫുള്ളി മോഡുലാർ പവർ സപ്ലൈ ആണ്. അതായത് നമുക്ക് ആവശ്യമുള്ള കേബിളുകൾ മാത്രം ഇതിൽ കണക്ട് ചെയ്താൽ മതി. 105 ഡിഗ്രി വരെ ചൂടിൽ പ്രവർത്തിക്കുന്ന ജാപ്പനീസ് കപ്പാസിറ്ററുകളുള്ള ഇതിന് ശബ്ദം കുറവാണ്. മാത്രമല്ല കുറഞ്ഞ ചൂടിൽ ഇതിന്റെ ഫാൻ തനിയെ ഓഫ് ആകും. ഇതിന്റെ പുത്തൻ മോഡൽ ATX 3.1 PSU ആയതുകൊണ്ട് 200% വരെ ലോ ടോളറൻസ് ഉണ്ട്. അതായത് ഗ്രാഫിക്സ് കാർഡ് കാരണം 2000 വാട്ട് വരെ പവർ സ്പൈക്ക് വന്നാലും ഇത് പ്രവർത്തിക്കും. RM1000Xന്റെ പുതിയ പതിപ്പിൽ ഫാൻ സ്പീഡ് കുറയ്ക്കാനുള്ള സ്വിച്ച് ഉണ്ട്. മാത്രമല്ല ഇതിന് 10 വർഷം വാറണ്ടിയും കിട്ടും. ഇനി നമുക്ക് നേരത്തെ റെഡിയാക്കിയ ബിൽഡിൽ പവർ സപ്ലൈയും ഗ്രാഫിക്സ് കാർഡും ഫിറ്റ് ചെയ്യാം. ഈ പവർ സപ്ലൈയുടെ കൂടെ ഒരു ലോഡ് കേബിളുകളുണ്ട്. അതിൽ PCക്ക് ആവശ്യമുള്ളത് മാത്രം എടുത്താൽ മതി. ഗ്രാഫിക്സ് കാർഡ് PCI സ്ലോട്ടിന്റെ ലോക്ക് മാറ്റി അതിൽ ഉറപ്പിക്കുക. മദർ ബോർഡിൽ പവർ വേണ്ട 2 കണക്ടറുകളുണ്ട്. ഒന്ന് മദർ ബോർഡിന് പവർ നൽകുന്ന 24 പിൻ കണക്ടറാണ്. രണ്ടാമത്തത് പ്രോസസ്സറിന് പവർ നൽകുന്ന കണക്ടറാണ്. ഈ മദർ ബോർഡിൽ പ്രോസസ്സറിന് പവർ കൊടുക്കാൻ 8 പിന്നിന്റെയും അതിന്റെ അടുത്തായിട്ട് 4 പിന്നിന്റെയും കണക്ടറുകളുണ്ട്. എന്നാൽ 5900X പ്രോസസ്സറിന് 8 പിന്നിൽ മാത്രം പവർ കൊടുത്താൽ മതി. വലിയ 24 പിൻ പവർ കേബിൾ എടുത്ത് അതിൽ 2 കണക്ടറുകളുള്ള ഭാഗം പവർ സപ്ലൈയിലും 24 പിന്നുകളുള്ള ഭാഗം മദർ ബോർഡിലും കണക്ട് ചെയ്യുക. അതുപോലെ 8 പിന്നിന്റെ CPU പവർ കേബിൾ എടുത്ത് പവർ സപ്ലൈയിലും മദർ ബോർഡിലും കണക്ട് ചെയ്യുക. ഇനി നമുക്ക് ഗ്രാഫിക്സ് കാർഡിന്റെ 12 പിൻ പവർ കണക്ടർ പവർ സപ്ലൈയിൽ കണക്ട് ചെയ്യാം. അതിനാദ്യം 8 പിന്നിന്റെ 2 PCIe പവർ കേബിളുകൾ എടുത്ത് പവർ സപ്ലൈയിൽ കണക്ട് ചെയ്യുക. എന്നിട്ട് 3080 Ti FEയുടെ കൂടെ കിട്ടുന്ന ഈ 12 പിൻ കേബിളിന്റെ ഒരു സൈഡിൽ 2 PCI കേബിളുകളും കണക്ട് ചെയ്യുക. മറു സൈഡ് ഗ്രാഫിക്സ് കാർഡിലെ 12 പിൻ സോക്കറ്റിൽ കണക്ട് ചെയ്യുക. പവർ സപ്ലൈയിൽ സാറ്റ പവർ കേബിൾ കണക്ട് ചെയ്യുക. എന്നിട്ട് അതിലുള്ള ഒരു സോക്കറ്റിൽ ARGB കൺട്രോളറിന്റെ സാറ്റ കേബിൾ കണക്ട് ചെയ്യുക. പവർ സപ്ലൈയുടെ പുറകിൽ വീട്ടിലെ പവർ സോക്കറ്റിൽ നിന്നുള്ള കണക്ഷൻ കൊടുക്കുക. പവർ സപ്ലൈ ഓൺ ചെയ്യുക. അപ്പോൾ മദർ ബോർഡിലെ LED ലൈറ്റുകൾ കത്തും. ഇപ്പോൾ ഈ PC ഓൺ ചെയ്യാൻ റെഡിയാണ്. മദർ ബോർഡിൽ പവർ സ്വിച്ച് ഉള്ളതുകൊണ്ട് ഓൺ ചെയ്യാൻ സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ച് മദർ ബോർഡ് പിന്നൊന്നും ഷോർട്ട് ചെയ്യണ്ട. ഈ പവർ സ്വിച്ച് ഞെക്കി PC ഓൺ ചെയ്യാം. ARGB കൺട്രോളറിലെ ബട്ടണുകൾ ഉപയോഗിച്ച് നമുക്ക് കൂളർ ഫാനിലെയും കൂളർ പമ്പിലെയും LED ലൈറ്റുകളുടെ കളറും സ്പീഡും ഒക്കെ മാറ്റാം. എന്നാൽ മദർ ബോർഡിന്റെ LED ലൈറ്റും ഈ റാം മോഡ്യൂളുകളുടെ LED ലൈറ്റും മാറ്റണമെങ്കിൽ RGB സോഫ്റ്റ്വെയർ ഉപയോഗിക്കണം. മദർ ബോർഡിന്റെ ലൈറ്റിംഗ് വേണമെങ്കിൽ നമുക്ക് ബയോസിലും മാറ്റാൻ പറ്റും.
ഇനി നമ്മുടെ ഈ കിടിലൻ ബിൽഡിന് മനോഹരമായ ഒരു ക്യാബിനറ്റ് തിരഞ്ഞെടുക്കാം. എൻ്റെ ബിൽഡിന് ഞാൻ തിരഞ്ഞെടുത്ത ക്യാബിനറ്റ് ലിയാൻ ലിയുടെ O11 ഡൈനാമിക് എന്ന വലിയ ക്യാബിനറ്റാണ്. ഈ മനോഹരമായ വെള്ള ക്യാബിനറ്റ് പ്രീമിയം ബിൽഡുകൾക്ക് നല്ലൊരു ഓപ്ഷനാണ്. മുമ്പിലും സൈഡിലും വലിയ ഗ്ലാസുകളുള്ള ഈ ക്യാബിനറ്റ് മനോഹരമായ ബിൽഡുകൾ പരമാവധി കാണിക്കാൻ വേണ്ടി ഡിസൈൻ ചെയ്തതാണ്. അലുമിനിയം കൊണ്ടുണ്ടാക്കിയ ഈ പ്രീമിയം ക്യാബിനറ്റിൻ്റെ ലേഔട്ട് ഡ്യുവൽ ചേംബറാണ്. അതായത് RGB ലൈറ്റുകളൊക്കെ ഉള്ള പ്രധാന കമ്പോണൻറ്റുകളെല്ലാം കാണത്തക്ക വിധം ക്യാബിനറ്റിൻ്റെ ഇടതുവശത്തെ ചേംബറിലും പവർ സപ്ലൈ, ഹാർഡ് ഡിസ്ക്, കേബിളുകൾ എന്നിവ കാണാത്ത വിധം വലതുവശത്തെ ചേംബറിലും സെറ്റ് ചെയ്യുക. ഇതിൻ്റെ മുമ്പിൽ പവർ ബട്ടൺ, 2 USB 3 പോർട്ടുകൾ, മൈക്കിൻ്റെയും ഹെഡ്ഫോണിൻ്റെയും ജാക്കുകൾ, തണ്ടർബോൾട്ട് USB-C പോർട്ട് എന്നിവയുണ്ട്. എന്നാൽ എൻ്റെ എക്സ്പീരിയൻസിൽ ഈ പോർട്ടുകളുടെ ക്വാളിറ്റി മോശമാണ്. കണക്ടറിൻ്റെ ബലക്കുറവ് കാരണം മുമ്പിലെ USB-C പോർട്ട് ഇപ്പോൾ വർക്ക് ചെയ്യുന്നില്ല. ഇതിൻ്റെ വേറൊരു പ്രത്യേകത പുറകിൽ നിന്ന് തുറക്കാവുന്ന സ്റ്റോറേജ് ഡിസ്കുകളുടെ സ്ലോട്ടുകളാണ്. അതായത് കമ്പ്യൂട്ടർ മൊത്തം തുറക്കാതെ തന്നെ നമുക്ക് സ്റ്റോറേജ് ഡിസ്കുകൾ ഫിറ്റ് ചെയ്യാനും ഊരാനും ഒക്കെ പറ്റും. 17 കിലോയോളം ഭാരവും പൊടി തടയുന്ന 4 ഡസ്റ്റ് ഫിൽറ്ററും ഉള്ള ഇതിൽ നമുക്ക് 6 ഹാർഡ് ഡിസ്കും 360 mm സൈസുള്ള 3 റേഡിയേറ്ററും ഒക്കെ ഫിറ്റ് ചെയ്യാൻ പറ്റും. എന്നാൽ വില കൂടിയ ഈ ക്യാബിനറ്റിൻ്റെ കൂടെ ഒരു ഫാൻ പോലും ഫ്രീ കിട്ടില്ല. ഫാൻ നമുക്ക് ഇഷ്ടമുള്ളത് വാങ്ങി ഉപയോഗിക്കാം. ഒരു കമ്പ്യൂട്ടറിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ക്യാബിനറ്റിലെ നല്ല വായു സഞ്ചാരം. അത് ചൂട് കുറച്ച് PC-യുടെ പെർഫോമൻസും ആയുസും കൂട്ടും. ഈ ക്യാബിനറ്റിൽ വായു സഞ്ചാരം ഉണ്ടാക്കാൻ എൻ്റെ പ്ലാൻ ഇതാണ്. മുകളിൽ എക്സോസ്റ്റ് ആയിട്ട് കൂളറിലെ റേഡിയേറ്ററിൽ ഫിറ്റ് ചെയ്ത ഫാനുകൾ ഉപയോഗിക്കും. ഈ ഫാനുകൾ ചൂട് കാറ്റ് മുകളിലൂടെ പുറത്തേക്ക് തള്ളും. താഴെ സൈഡിലുമായിട്ട് തണുത്ത കാറ്റ് ഉള്ളിലേക്ക് വലിക്കുന്ന വിധം 6 ഫാനുകൾ ഇൻടേക്ക് രീതിയിൽ ഫിറ്റ് ചെയ്യും. ഈ വലിച്ചെടുക്കുന്ന വായുവിൽ കുറച്ച് പുറകുവശത്തെ ഗ്രില്ലുകൾ വഴി പുറത്തേക്ക് പോകും. കുറച്ച് കാറ്റ് ഗ്രാഫിക്സ് കാർഡിന്റെ പുറകുവശത്ത് കൂടെയും ക്യാബിനറ്റിന്റെ പുറത്തേക്ക് പോകും. ഇങ്ങനെ അകത്ത് പോസിറ്റീവ് പ്രഷർ സെറ്റ് ചെയ്യുമ്പോൾ ക്യാബിനറ്റിനകത്ത് പൊടി കുറയും. നമുക്കിനി ക്യാബിനറ്റിന് വേണ്ട 6 ഫാനുകൾ തിരഞ്ഞെടുക്കാം. കൂളർ മാസ്റ്ററിന്റെ മാസ്റ്റർ ഫാൻ MF120 ഹാലോ ആണ് ഞാൻ ക്യാബിനറ്റിൽ ഫിറ്റ് ചെയ്യാൻ വാങ്ങിയ ഫാൻ മോഡൽ. PWM ഫാൻ സ്പീഡ് കൺട്രോളും മനോഹരമായ ഡ്യുവൽ ലൂപ്പ് ARGB ലൈറ്റിംഗും ഉള്ള ഒരു ഹൈ ക്വാളിറ്റി ഫാനാണിത്. സൗണ്ട് പിടിച്ചെടുക്കുന്ന റബ്ബർ പാഡുകൾ ഇതിലുള്ളതുകൊണ്ട് ശബ്ദം കുറവാണ്. ഇത് 3 ഫാനുകളുടെ പാക്കറ്റായിട്ട് കിട്ടും. അങ്ങനെയുള്ള 2 പാക്കറ്റ് ഞാൻ വാങ്ങി. അതായത് മൊത്തം 6 ഫാനുകൾ. ഓരോ ഫാൻ പാക്കറ്റിലുള്ള സാധനങ്ങൾ നോക്കാം. 3 ഫാനുകൾ, ഫാനുകളുടെ LED ലൈറ്റിങ്ങിനെ കൺട്രോൾ ചെയ്യാനുള്ള കേബിൾ കണക്ട് ചെയ്യുന്ന ഒരു ARGB LED കൺട്രോളർ, ഫാനുകൾക്ക് കറങ്ങാനുള്ള പവർ നൽകുന്ന PWM ഫാൻ സ്പ്ലിറ്റർ കേബിൾ, പിന്നെ ഇതെല്ലാം ഫിറ്റ് ചെയ്യാനുള്ള സ്ക്രൂകളും മറ്റ് സാധനങ്ങളും. ഇത്രയുമാണ് ഒരു പാക്കറ്റിൽ. ഓരോ ഫാനിലും 3 കണക്ഷനുകളാണുള്ളത്. ഫാനിന് കറങ്ങാൻ പവർ നൽകുകയും അതിന്റെ വേഗത നിയന്ത്രിക്കുകയും ചെയ്യുന്ന 4 പിന്നിന്റെ PWM കണക്ടർ, ഫാനിന്റെ RGB LED ലൈറ്റുകൾക്ക് പവർ നൽകാനും ലൈറ്റുകളുടെ എഫക്റ്റുകൾ മാറ്റാനുള്ള സ്റ്റാൻഡേർഡ് 3 പിൻ ARGB കണക്ടർ, പിന്നെ ഒരു ഫാനിൽ നിന്ന് അടുത്ത ഫാനിലേക്ക് ARGB കണക്ഷൻ എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള 3 പിന്നുകൾ എന്നിവയാണ് ഓരോ ഫാനിലും ഉള്ളത്. ഇങ്ങനെ ഫാനുകളുടെ ARGB കണക്ഷൻ സ്പ്ലിറ്റർ ഇല്ലാതെ ഒരുമിച്ച് കണക്ട് ചെയ്യുന്നതിന് ഡെയ്സി ചെയിനിങ് എന്ന് വിളിക്കുന്നു. എന്നാൽ ഇതിന്റെ 4 പിൻ PWM കണക്ടറുകൾക്ക് സെപ്പറേറ്റ് ഫാൻ സ്പ്ലിറ്റർ കേബിളാണ് ഉപയോഗിക്കുന്നത്. ഫാനിന്റെ ARGB പിന്നുകൾക്ക് കവറുകളുണ്ട്. പിന്നുകൾ കേടാതിരിക്കാനും ഷോർട്ട് സർക്യൂട്ട് റിസ്ക് ഒഴിവാക്കാനുമാണ് ഇത് ഇട്ടിരിക്കുന്നത്. ശ്രദ്ധിക്കുക, ഡെയ്സി പിൻ ചെയ്യുമ്പോൾ അവസാനത്തെ 3 പിൻ ഫ്രീ ആയിരിക്കും. അതിന്റെ കവർ ഊരരുത്. 3 ഫാനിന്റെയും 4 പിൻ പവർ സോക്കറ്റ് കണക്ട് ചെയ്യാനുള്ള സ്പ്ലിറ്റർ കേബിളാണിത്. ഇതിന്റെ മറ്റേ അറ്റം മദർ ബോർഡിലെ ഏതെങ്കിലും ഒരു ചേസിസ് ഫാൻ ഹെഡറിൽ കണക്ട് ചെയ്യണം. ഇതിലെ ചുവന്ന സോക്കറ്റിന് ഒരു പ്രത്യേകതയുണ്ട്. ഇതിൽ കണക്ട് ചെയ്ത ഫാനിന്റെ വേഗത മാത്രമാണ് നമുക്ക് മദർ ബോർഡ് വഴി അറിയാൻ പറ്റുക. ബാക്കിയുള്ള ഫാനുകളുടെ വേഗത അത് തന്നെയാണെന്ന് നമുക്ക് അനുമാനിക്കാം. മദർ ബോർഡ് അല്ലെങ്കിൽ പ്രോസസ്സറിന്റെ ചൂടനുസരിച്ച് 3 ഫാനുകളുടെയും വേഗത നമുക്ക് ഒരുമിച്ച് മാറ്റാം. അതിനുള്ള ഓപ്ഷൻ മദർ ബോർഡിന്റെ ബയോ സോഫ്റ്റ്വെയറിലുണ്ട്. 3 ഫാനിന്റെ 2 സെറ്റ് ഉള്ളതുകൊണ്ട് മദർ ബോർഡിൽ 2 ചേസിസ് ഫാൻ ഹെഡർ വേണം. ഒന്നേ ഉള്ളൂ എങ്കിൽ ഒരു 2-to-1 ഫാൻ സ്പ്ലിറ്റർ കേബിൾ പ്രത്യേകം വാങ്ങി ഉപയോഗിക്കാം. പക്ഷേ ആ ഒരു ഹെഡറിന് എല്ലാ ഫാനുകളും ഓടിക്കാൻ വേണ്ട പവർ നൽകാൻ പറ്റുമോ എന്ന് മദർ ബോർഡിന്റെ മാനുവൽ നോക്കി ഉറപ്പുവരുത്തുക. പിന്നെ ഉള്ളത് ARGB കൺട്രോളറും അതിന്റെ കൂടെയുള്ള കേബിളുമാണ്. കൺട്രോളറിന്റെ സ്വിച്ച് ഞെക്കി ഫാനുകളിലെ LED ലൈറ്റിംഗ് നമുക്ക് മാറ്റാം. കേബിളിന്റെ സാറ്റ കണക്ടർ സാറ്റ പവർ കേബിൾ ഉപയോഗിച്ച് പവർ സപ്ലൈയിൽ കണക്ട് ചെയ്യണം. ഈ കേബിളിലെ 5 പിൻ കണക്ടർ ഈ കൺട്രോളറിന്റെ സൈഡിൽ കണക്ട് ചെയ്യണം. ഈ കേബിളിലെ 3 പിൻ ARGB ഹെഡർ ആദ്യത്തെ ഫാനിന്റെ ARGB സോക്കറ്റിൽ കണക്ട് ചെയ്യണം. ഡെയ്സി ചെയിൻ ചെയ്ത് കഴിയുമ്പോൾ ഇതിലെ സിഗ്നൽ ബാക്കി 2 ഫാനുകൾക്കും കൂടെ കിട്ടും. ശ്രദ്ധിക്കുക, എൻ്റെ പ്ലാൻ 2 സെറ്റ് ക്യാബിനറ്റ് ഫാനുകളെയും സെപ്പറേറ്റ് ആയി കൺട്രോൾ ചെയ്യാനാണ്. അതായത് 3 ഫാനുകളുടെയും 4 പിൻ PWM സോക്കറ്റ് PWM സ്പ്ലിറ്റർ കേബിളിൽ കൊടുത്ത് സ്പ്ലിറ്റർ കേബിൾ മദർ ബോർഡിലെ ചേസിസ് ഹെഡറിൽ കണക്ട് ചെയ്യും. അങ്ങനെ തന്നെ രണ്ടാമത്തെ 3 ഫാനുകളുടെ സെറ്റിലും ചെയ്യും. എന്നിട്ട് 3 ഫാനുകളുടെ ARGB കണക്ടറുകൾ ഡെയ്സി ചെയിൻ ചെയ്ത് അതിൽ ഒരെണ്ണത്തിൻ്റെ ARGB സോക്കറ്റ് കൺട്രോളറിൻ്റെ ARGB ഹെഡറിൽ കണക്ട് ചെയ്യും. അങ്ങനെ തന്നെ രണ്ടാമത്തെ 3 ഫാനുകളുടെ സെറ്റിലും ചെയ്യും. അങ്ങനെ നമുക്ക് 2 സെറ്റിനെയും സെപ്പറേറ്റ് ആയിട്ട് കൺട്രോൾ ചെയ്യാം. ശ്രദ്ധിക്കുക, ഞാൻ നേരത്തെ കൂളർ കാണിച്ചപ്പോൾ പറഞ്ഞതുപോലെ ഒരു നല്ല പവർഫുൾ കൺട്രോളർ വാങ്ങിയാൽ കൂളർ ഫാനുകളും ക്യാബിനറ്റ് ഫാനുകളും എല്ലാം ഒരുമിച്ച് ആ കൺട്രോളറിൽ കണക്ട് ചെയ്യാം. എന്നിട്ട് നമുക്ക് അവയെ ഒരുമിച്ചോ സെപ്പറേറ്റ് ആയോ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് കൺട്രോൾ ചെയ്യാം. എന്നാൽ അത് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നില്ല. ഞാൻ വേറെ ARGB കൺട്രോളർ വാങ്ങാതെയുള്ള സെറ്റപ്പാണ് ചെയ്യുന്നത്.
അതായത് 3 ARGB കൺട്രോളറുകൾ ഉപയോഗിച്ച് കൂളർ ഫാനുകൾ, ഒന്നാമത്തെ ക്യാബിനറ്റ് ഫാൻ സെറ്റ്, രണ്ടാമത്തെ ക്യാബിനറ്റ് ഫാൻ സെറ്റ് എന്നിവയെ സെപ്പറേറ്റ് ആയിട്ട് കൺട്രോൾ ചെയ്യും. ഇതിൻ്റെ ഒരു പ്രശ്നം 3ൻ്റെ LED ലൈറ്റുകൾ ഒറ്റയടിക്ക് മാറ്റാൻ പറ്റില്ല എന്നതാണ്. പിന്നെ 3 ഫാൻ സെറ്റുകൾക്കും പവർ നൽകാൻ മദർ ബോർഡിലെ 3 ഫാൻ ഹെഡറുകളും ഉപയോഗിക്കും. MF120 ഫാനിൻ്റെ കൺട്രോളറിന് വേറൊരു ഫീച്ചർ കൂടെയുണ്ട്. അതിൻ്റെ സൈഡിലുള്ള 2 പിന്നുകളിൽ വേണമെങ്കിൽ നമുക്ക് ക്യാബിനറ്റിൻ്റെ റീസെറ്റ് കേബിൾ കണക്ട് ചെയ്യാം. എന്നിട്ട് ക്യാബിനറ്റിലുള്ള റീസെറ്റ് ബട്ടൺ ഞെക്കി ഫാനുകളുടെ LED ലൈറ്റിംഗ് നമുക്ക് മാറ്റാം. പക്ഷേ ഞാൻ ഉപയോഗിക്കുന്ന O11 ഡൈനാമിക് ക്യാബിനറ്റിൽ റീസെറ്റ് ബട്ടൺ ഇല്ല. ഇനി നമുക്ക് ഈ ബിൽഡിൽ ക്യാബിനറ്റ് ഫാനുകൾ കൂടെ സെറ്റ് ചെയ്യാം. ഞാൻ 2 സെറ്റ് ഫാനുകളും വലതുവശത്തും താഴെയുമായിട്ട് വെച്ചിട്ടുണ്ട്. ക്യാബിനറ്റിൽ ഇത് സൈഡിലും താഴെയുമായിരിക്കും ഇരിക്കുന്നത്. ആദ്യത്തെ സെറ്റ് ഫാനുകളുടെ ARGB കേബിളുകളെല്ലാം DC ചെയിൻ രീതിയിൽ കണക്ട് ചെയ്യുക. ARGB കൺട്രോളർ എടുത്ത് അതിൻ്റെ 5 പിൻ കേബിൾ കണക്ട് ചെയ്യുക. ഈ കേബിളിലെ 3 പിൻ ARGB കണക്ടർ ഒരു ഫാനിലെ ഫ്രീ ആയിട്ടുള്ള ARGB സോക്കറ്റിൽ കണക്ട് ചെയ്യുക. എന്നിട്ട് കൺട്രോളർ കേബിളിലെ SATA കണക്ടർ പവർ സപ്ലൈയിൽ നേരത്തെ കണക്ട് ചെയ്ത SATA കേബിളിലെ ഒരു സോക്കറ്റിൽ കണക്ട് ചെയ്യുക. ഇനി PWM ഫാൻ സ്പ്ലിറ്റർ കേബിൾ എടുത്ത് 3 ഫാനുകളുടെയും പവർ കേബിളുകൾ കണക്ട് ചെയ്യുക. എന്നിട്ട് സ്പ്ലിറ്റർ കേബിളിലെ 4 പിൻ സോക്കറ്റ് മദർ ബോർഡിലെ ഏതെങ്കിലും ചേസിസ് ഫാൻ ഹെഡറിൽ കണക്ട് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ ആദ്യത്തെ 3 ഫാനിന്റെ സെറ്റ് റെഡിയാണ്. ഇതുപോലെ തന്നെ രണ്ടാമത്തെ 3 ഫാൻ സെറ്റും റെഡിയാക്കുക. എന്നിട്ടത് മദർ ബോർഡിലെ വേറൊരു ചേസിസ് ഫാൻ ഹെഡറിൽ കണക്ട് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ PCയിലെ 3 ARGB കൺട്രോളറുകളും ഉപയോഗിക്കാൻ റെഡിയാണ്. ഇത് കൂളറിന്റെ LED കൺട്രോൾ ചെയ്യും. ഇത് രണ്ടും ക്യാബിനറ്റ് ഫാനുകളുടെയും. ഇനി നമുക്ക് കമ്പ്യൂട്ടർ ഓൺ ചെയ്യാം. ഇപ്പോൾ ഈ PCയിലെ എല്ലാ കമ്പോണൻറ്റുകളും വർക്ക് ചെയ്യുന്നുണ്ട്. ARGB കൺട്രോളർ ഉപയോഗിച്ച് എല്ലാ ഫാനുകളുടെയും LED ലൈറ്റുകൾ നമുക്ക് മാറ്റാൻ പറ്റും. വേണമെങ്കിൽ ഇതുപോലെ എല്ലാ ഫാനുകളും ഒരേ കളറിലാക്കാം. ഇത് MF120 ഫാനുകളുടെ റെയിൻബോ കളർ മോഡാണ്. കമ്പ്യൂട്ടറിന്റെ ലോഡ് കുറവായതുകൊണ്ട് ഗ്രാഫിക്സ് കാർഡിന്റെയും പവർ സപ്ലൈയുടെയും ഫാനുകൾ ഇപ്പോൾ ഓഫാണ്. ഡീപ് കൂളിന്റെ പമ്പിന്റെ മുകളിലുള്ള ഇൻഫിനിറ്റി മിറർ LED ലൈറ്റ് കത്തി നിൽക്കുമ്പോൾ കാണാൻ മനോഹരമാണ്. ശ്രദ്ധിക്കുക, PCയിലെ ARGB ലൈറ്റിംഗ് കൺട്രോൾ ചെയ്യാൻ വേറെ 2 ഓപ്ഷനുകൾ കൂടെ ഉണ്ട്. ഒരു ARGB കൺട്രോളർ പ്രത്യേകം വാങ്ങി PCയിലെ എല്ലാ ARGB കമ്പോണന്റുകളും അതിൽ കണക്ട് ചെയ്യാം. എന്നിട്ട് ARGB സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് ഓരോന്നിന്റെ LED ലൈറ്റിംഗ് സെപ്പറേറ്റ് ആയോ ഒരുമിച്ചായോ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ചില ക്യാബിനറ്റുകളുടെ കൂടെ ARGB കൺട്രോളർ ഫ്രീ ആയിട്ടും കിട്ടും. അങ്ങനെയുള്ള ക്യാബിനറ്റ് ആണെങ്കിൽ ARGB കൺട്രോളർ പ്രത്യേകം വാങ്ങണ്ട. LED ലൈറ്റ് നിയന്ത്രിക്കാൻ വേറൊരു ഓപ്ഷൻ കൂടെ ഉണ്ട്. ARGB കൺട്രോളറിന് പകരം നമുക്ക് വേണമെങ്കിൽ മദർ ബോർഡിലെ 3 പിൻ ARGB ഹെഡർ ഉപയോഗിക്കാം. അങ്ങനെ ചെയ്താൽ LEDകൾ നമുക്ക് സോഫ്റ്റ്വെയർ ഉപയോഗിച്ചും ബയോസ് ഉപയോഗിച്ചും നിയന്ത്രിക്കാൻ പറ്റും. പക്ഷേ ഈ മദർ ബോർഡിൽ ഒരു ARGB ഹെഡർ മാത്രമേ ഉള്ളൂ. ഇതിന്റെ പരമാവധി കപ്പാസിറ്റി 15 വാട്ടാണ്. അതുകൊണ്ട് ഇതിന് നമ്മുടെ PCയിലെ എല്ലാ ഫാനുകളുടെയും LEDകൾക്ക് ഒരുമിച്ച് പവർ നൽകാൻ പറ്റില്ല. എന്നാൽ കൂളറിന്റെ ഫാനുകളും കൂളർ പമ്പും നമുക്ക് വേണമെങ്കിൽ ഈ ഹെഡറിൽ കൊടുക്കാം. അതിന് ARGB ഹബിന്റെ പിന്നുകൾ ഡീപ് കൂൾ തന്നിരിക്കുന്ന ഈ കൺവെർട്ടർ കേബിളിൽ കണക്ട് ചെയ്യുക. എന്നിട്ട് കേബിളിന്റെ സ്റ്റാൻഡേർഡ് 3 പിൻ ARGB സോക്കറ്റ് മദർ ബോർഡിലെ ARGB പിന്നുകളിൽ കണക്ട് ചെയ്യുക. ശ്രദ്ധിക്കുക, ഗിഗാബൈറ്റിന് ഒരു കണക്ടറും ബാക്കി മദർ ബോർഡുകൾക്ക് സ്റ്റാൻഡേർഡ് കണക്ടറും ആണ് ഈ കേബിൾ തന്നിട്ടുള്ളത്. ഇനി ബയോസിൽ LED ലൈറ്റിംഗ് മാറ്റുമ്പോൾ മദർ ബോർഡിലെ ലൈറ്റുകൾക്കൊപ്പം കൂളറിന്റെ LED ലൈറ്റുകളും മാറും. എന്നാൽ ഒന്നിൽ കൂടുതൽ ARGB ഹെഡറുകൾ ഉണ്ടെങ്കിൽ എല്ലാ ഫാനുകളും നമുക്ക് അതിൽ കണക്ട് ചെയ്യാവുന്നതാണ്. MSCയുടെ മിസ്റ്റിക് ലൈറ്റ്, ആസ്ട്രോക്കിന്റെ പോളിക്രോം സിങ്ക് ഇതൊക്കെ ARGB LEDകൾ കൺട്രോൾ ചെയ്യാൻ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയറുകളാണ്. ഈ ബിൽഡിലെ RAM മോഡ്യൂളുകളുടെ LED ലൈറ്റിംഗ് മാറ്റാൻ ഞാൻ ഉപയോഗിക്കുന്നത് കോർസെയറിന്റെ IQ സോഫ്റ്റ്വെയർ ആണ്. ഇതിൽ NVIDIA പ്ലഗിൻ ഇൻസ്റ്റാൾ ചെയ്ത് 3080 Ti ഗ്രാഫിക്സ് കാർഡിന്റെ ലൈറ്റ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ശ്രദ്ധിക്കുക, ഗ്രാഫിക്സ് കാർഡിന്റെ മുമ്പിലുള്ള ഈ എഴുത്തിന്റെ കളർ നമുക്ക് മാറ്റാൻ പറ്റില്ല. ഇനി നമുക്ക് ഈ ബിൽഡ് ക്യാബിനറ്റിനകത്ത് സെറ്റ് ചെയ്യാം. അതിനാദ്യം കൂളറും ഗ്രാഫിക്സ് കാർഡ് ഊരി മാറ്റുക. കാരണം കൂളറും ഗ്രാഫിക്സ് കാർഡും ഏറ്റവും അവസാനം ക്യാബിനറ്റിൽ ഫിറ്റ് ചെയ്യുന്നതാണ് എളുപ്പം. ശ്രദ്ധിക്കുക, ഇനി ഞാൻ കാണിക്കുന്ന സ്റ്റെപ്പുകൾ നിങ്ങൾ വാങ്ങുന്ന ക്യാബിനറ്റ് അനുസരിച്ച് മാറും. കമ്പോണന്റുകൾ ഫിറ്റ് ചെയ്യാൻ ക്യാബിനറ്റിന്റെ എല്ലാ പാനലുകളും ഊരി മാറ്റുക. അതിനാദ്യം O11 ക്യാബിനറ്റിന്റെ മുകളിലെ പാനലിന്റെ പുറകിലുള്ള സ്ക്രൂകൾ ഊരുക. അത് പാനലിൽ നിന്ന് മുഴുവനായിട്ട് ഊരണ്ട, ക്യാബിനറ്റിൽ നിന്ന് മാത്രം ഊരിയാൽ മതി. എന്നിട്ട് പാനൽ പുറകിലോട്ട് തള്ളി അത് പൊക്കി ഊരിയെടുക്കുക. സൈഡിലെ വലിയ ഗ്ലാസ് പാനൽ താഴെ നിന്ന് പൊക്കിയെടുക്കുക. ഇത് ശ്രദ്ധിച്ച് ചെയ്യുക. പലരും തിടുക്കം കാട്ടി ഈ ഗ്ലാസ് പാനലൊക്കെ പൊട്ടാറുണ്ട്. മുമ്പിലെ ഗ്ലാസ് പാനലും സൂക്ഷിച്ച് മുകളിലോട്ട് തള്ളി പൊക്കിയെടുക്കുക. ഇതേ രീതിയിൽ തന്നെ വലതുവശത്തെ മെറ്റൽ പാനലും ഊരി മാറ്റുക. എന്നിട്ട് ക്യാബിനറ്റിന്റെ വലതുവശത്തുള്ള ഈ ചെറിയ മെറ്റൽ പാനൽ സ്ക്രൂകൾ ഊരി ഇളക്കിയെടുക്കുക. ഇത് സ്റ്റോറേജ് ഡിസ്കുകൾ ഫിറ്റ് ചെയ്യാനും കേബിൾ ഒതുക്കി വെക്കാനും ഉപയോഗിക്കുന്ന പാനലാണ്. ഊരിയ പാനലുകളെല്ലാം സുരക്ഷിതമായി എവിടെയെങ്കിലും വെക്കുക. ഇനി പവർ സപ്ലൈ ക്യാബിനറ്റിന്റെ താഴെ ഫിറ്റ് ചെയ്യാം. ഫാൻ കാണത്തക്ക വിധവും പവർ പ്ലഗ് പുറകിൽ വരുന്ന വിധവും പവർ സപ്ലൈ അതിൻ്റെ കൂടെ കിട്ടുന്ന 4 സ്ക്രൂകൾ ഉപയോഗിച്ച് ക്യാബിനറ്റിൽ ഫിറ്റ് ചെയ്യുക. എന്നാൽ കേബിൾ മാനേജ്മെന്റിന് വേണ്ടി പവർ സപ്ലൈ ബിൽഡിനിടയ്ക്ക് ഞാൻ ഊരി മാറ്റുന്നുണ്ട്. ഇനി ക്യാബിനറ്റിന്റെ താഴെ കൂളർ മാസ്റ്ററിന്റെ 3 MF120 ഫാനുകൾ ഫിറ്റ് ചെയ്യാം. ഫാനിന്റെ കൂടെ കിട്ടുന്ന ഈ ചെറിയ സ്ക്രൂകൾ അതിനുപയോഗിക്കാം. 3 ഫാനുകളും ക്യാബിനറ്റിന്റെ പുറത്തു നിന്ന് കാറ്റ് വലിച്ചെടുക്കുന്ന രീതിയിൽ, അതായത് ഇൻടേക്ക് പൊസിഷനിലാണ് ഫിറ്റ് ചെയ്യുന്നത്. അതിന് ഫാനിന്റെ മനോഹരമായ ഭാഗം ക്യാബിനറ്റിന്റെ അടുത്ത് വരത്തക്ക വിധം, അതായത് ഫ്രെയിമുള്ള അത്ര മനോഹരമല്ലാത്ത മറുവശം
മറുവശം നമുക്ക് കാണത്തക്ക വിധം ഫാൻ ഫിറ്റ് ചെയ്യുക. ഇപ്പോൾ 3 ഫാനുകളും കാറ്റ് പുറത്തുനിന്ന് വലിച്ചെടുക്കുന്ന രീതിയിൽ ക്യാബിനറ്റിന്റെ താഴെ റെഡിയാണ്. ശ്രദ്ധിക്കുക, 3 ഫാനിന്റെയും കേബിളുകൾ ഒരേ ദിശയിലേക്ക്, അതായത് ക്യാബിനറ്റിന്റെ മറുവശത്ത് കൊണ്ടുപോകാൻ എളുപ്പമുള്ള രീതിയിലാണ് ഫാനുകൾ ഫിറ്റ് ചെയ്യേണ്ടത്. ഇനി ഈ സൈഡിലായിട്ട് ബാക്കി 3 ഫാനുകൾ ഇൻടേക്ക് പൊസിഷനിൽ ഫിറ്റ് ചെയ്യുക. ഇവിടെയും ഫാനിന്റെ കേബിളുകൾ മറുവശത്ത് കൊണ്ടുപോകാൻ എളുപ്പമുള്ള വിധത്തിലാണ് ഫാൻ ഫിറ്റ് ചെയ്യേണ്ടത്. അങ്ങനെ 6 ഫാനുകളും ഇപ്പോൾ ക്യാബിനറ്റിൽ സെറ്റാണ്. 6ഉം ഇൻടേക്ക് രീതിയിൽ ഫിറ്റ് ചെയ്തതുകൊണ്ട് അതിൻ്റെ മനോഹരമായ സൈഡ് മറുവശത്താണുള്ളത്. നിങ്ങൾക്ക് മനോഹരമായ സൈഡ് ഇൻടേക്കായി ഉപയോഗിക്കുമ്പോൾ മുമ്പിൽ വേണമെങ്കിൽ റിവേഴ്സ് ബ്ലേഡ് ഫാനുകൾ വാങ്ങാവുന്നതാണ്. സാധാരണ ഫാനിൻ്റെ എതിർ ദിശയിലാണ് ഈ ഫാനുകളുടെ വായുസഞ്ചാരം. ഇനി എല്ലാ ഫാനുകളുടെയും കേബിളുകൾ മറുവശത്തേക്ക് കൊണ്ടുപോവുക. അതിനെ ഫാനിൻ്റെ ഏറ്റവും അടുത്തുള്ള ക്യാബിനറ്റിലെ ഓട്ടകൾ ഉപയോഗിക്കുക. ഇനി ഞാൻ ക്യാബിനറ്റിൻ്റെ മറുവശം കാണിക്കാം. എല്ലാ കേബിളുകളും ഇപ്പുറത്താക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ക്യാബിനറ്റിൽ മദർ ബോർഡ് ഫിറ്റ് ചെയ്യാം. അതിനാദ്യം ക്യാബിനറ്റിന്റെ കൂടെ കിട്ടുന്ന ഈ സ്റ്റാൻഡ് ഓഫ് സ്ക്രൂകൾ മദർ ബോർഡിന്റെ വലിപ്പം അനുസരിച്ച് ക്യാബിനറ്റിന്റെ താഴെ ഉറപ്പിക്കുക. ഇതിലാണ് മദർ ബോർഡ് സ്ക്രൂ ചെയ്ത് ഉറപ്പിക്കേണ്ടത്. ഇതില്ലാതെ വെച്ചാൽ മദർ ബോർഡിന്റെ അടിവശം ക്യാബിനറ്റിൽ തട്ടി ഷോർട്ട് സർക്യൂട്ട് ആകാനുള്ള സാധ്യതയുണ്ട്. മദർ ബോർഡിന്റെ പുറകിലെ IO ഷീൽഡ് ക്യാബിനറ്റിന്റെ പുറകിൽ അലൈൻ ചെയ്ത് മദർ ബോർഡ് ക്യാബിനറ്റിൽ വെക്കുക. എന്നിട്ട് ക്യാബിനറ്റിന്റെ കൂടെ കിട്ടിയ ചെറിയ സ്ക്രൂകൾ ഉപയോഗിച്ച് മദർ ബോർഡ് ക്യാബിനറ്റിൽ ഉറപ്പിക്കുക. ഈ സ്ക്രൂകൾ ഓവർ ടൈറ്റ് ചെയ്യരുത്. ഇനി നമുക്ക് എല്ലാത്തിന്റെയും കേബിളുകൾ മദർ ബോർഡിൽ ഫിറ്റ് ചെയ്യാം. പവർ സപ്ലൈയിൽ സാറ്റ പവർ കേബിൾ, 24 പിൻ മദർ ബോർഡ് പവർ കേബിൾ, CPU പവർ കേബിൾ എന്നിവ കണക്ട് ചെയ്യുക. എന്നിട്ട് മദർ ബോർഡിൻ്റെയും CPUവിൻ്റെയും പവർ കേബിളുകൾ അവ മദർ ബോർഡിൽ കണക്ട് ചെയ്യേണ്ട സ്ഥലത്തിൻ്റെ ഏറ്റവും അടുത്തുള്ള ഓട്ടകൾ വഴി മറുവശത്തെത്തിക്കുക. ഇങ്ങനെ കണക്ട് ചെയ്യുന്നതാണ് കേബിൾ മാനേജ്മെൻറ്റിൻ്റെ ആദ്യത്തെ പടി. ഇതേ രീതിയിൽ ക്യാബിനറ്റിൻ്റെ എല്ലാ കേബിളുകളും മദർ ബോർഡിൽ കണക്ട് ചെയ്യുക. ക്യാബിനറ്റിൻ്റെ ഫ്രണ്ട് പാനലിൻ്റെ സോക്കറ്റുകൾ മദർ ബോർഡ് മാനുവൽ നോക്കി മദർ ബോർഡിലെ ഫ്രണ്ട് പാനൽ പിന്നുകളിൽ കണക്ട് ചെയ്യുക. ക്യാബിനറ്റിൻ്റെ താഴെയുള്ള ചെറിയ ഓട്ട വഴിയാണ് ഈ കേബിൾ ഇപ്പുറത്ത് ഞാൻ കൊണ്ടുവന്നത്. ക്യാമറയുടെ USB 3 പോർട്ടുകളുടെ കേബിൾ ഇതുവഴി എടുത്ത് മദർ ബോർഡിൽ കണക്ട് ചെയ്യുക. അതിന് താഴെയുള്ള തണ്ടർബോൾട്ട് പോർട്ടിൽ ക്യാമറയുടെ മുമ്പിലുള്ള USB-C പോർട്ടിൻ്റെ കേബിൾ കണക്ട് ചെയ്യുക. മദർ ബോർഡിൻ്റെ താഴെ ഇടതുവശത്താണ് ക്യാബിനറ്റിൻ്റെ മുമ്പിലുള്ള ഓഡിയോ ജാക്കുകളുടെ HD ഓഡിയോ കേബിൾ കണക്ട് ചെയ്യേണ്ടത്. അതിന് കേബിൾ താഴത്തൂടെ എടുക്കുക. ഇനി നമുക്ക് ക്യാബിനറ്റ് ഫാനുകളുടെ പവർ കണക്ഷൻ കൊടുക്കാം. ആദ്യം ഫാൻ പവർ സ്പ്ലിറ്റർ കേബിളിൽ 3 ഫാനുകളുടെയും 4 പിൻ സോക്കറ്റ് ഫിറ്റ് ചെയ്യുക. എന്നിട്ട് ഈ പവർ സ്പ്ലിറ്റർ കേബിളിൻ്റെ മറുവശത്തെ 4 പിൻ സോക്കറ്റ് മദർ ബോർഡിലെ USB 3 പിന്നുകൾക്ക് താഴെയുള്ള ചേസിസ് ഫാൻ ഹെഡറിൽ കണക്ട് ചെയ്യുക. ഇതുപോലെ അടുത്ത സെറ്റ് ഫാനുകൾ ഫിറ്റ് ചെയ്ത് രണ്ടാമത്തെ സ്പ്ലിറ്ററിൻ്റെ 4 പിൻ സോക്കറ്റ് താഴെ HD ഓഡിയോ പിന്നുകളുടെ വലതുവശത്തുള്ള ചേസിസ് ഫാൻ ഹെഡറിൽ കൊടുക്കുക. ക്യാബിനറ്റിൻ്റെയും പവർ സപ്ലൈയുടെയും ഫാനുകളുടെയും എല്ലാ കണക്ഷനുകളും ഇപ്പോൾ മദർ ബോർഡിൽ കൊടുത്തിട്ടുണ്ട്. ഈ 3 ARGB കൺട്രോളറുകളും ക്യാബിനറ്റിൻ്റെ പുറകിൽ വെക്കാനാണ് എൻ്റെ പ്ലാൻ. ആവശ്യമുള്ളപ്പോൾ ഈ കൺട്രോളർ ഞെക്കി നമുക്ക് LED ലൈറ്റിംഗ് മാറ്റാം. ക്യാബിനറ്റ് ഫാനിൻ്റെ കൺട്രോളറുകൾ മാഗ്നറ്റിക് ആയതുകൊണ്ട് അത് ഇവിടെയുള്ള മെറ്റൽ സ്ലോട്ട് കവറിൽ ഒട്ടിയിരിക്കും. കൂളറിൻ്റെ കൺട്രോളർ നമുക്ക് വേണമെങ്കിൽ ഒരു 2 സൈഡ് സ്റ്റിക്കർ ഉപയോഗിച്ച് ഇവിടെ ഉറപ്പിക്കാം. കൺട്രോളറിൽ നിന്നുള്ള കേബിളുകൾ ക്യാബിനറ്റിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുപോകാനുള്ള വിടവ് ഈ മെറ്റൽ സ്ലോട്ട് കവറിൻ്റെ താഴെയുണ്ട്. അതുകൊണ്ടാണ് കൺട്രോളറുകൾ ഇവിടെ വെക്കാൻ ഞാൻ തീരുമാനിച്ചത്. ആദ്യം താഴത്തെ സ്ലോട്ട് കവർ സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ച് ഊരി മാറ്റുക. എന്നിട്ട് 3 കൺട്രോളറുകളുടെയും കേബിളുകൾ ഇതിനടിയിലൂടെ കയറ്റി ക്യാബിനറ്റിനുള്ളിൽ എത്തിക്കുക. ഇത് മറുവശത്ത് ക്യാബിനറ്റിൻ്റെ പുറകിൽ കൊണ്ടുവരാൻ ആദ്യം പവർ സപ്ലൈ ഊരി മാറ്റുക. എന്നിട്ട് താഴെയുള്ള ഓട്ട വഴി എല്ലാ കൺട്രോളർ കേബിളുകളും ഇവിടെ എത്തിക്കുക. ഈ കേബിളുകൾക്ക് അധികം നീളമില്ലാത്തതുകൊണ്ട് ഇതിൻ്റെ കണക്ഷനുകൾ നമുക്ക് പവർ സപ്ലൈയുടെ അടിയിൽ വയ്ക്കാം. 3 കൺട്രോളറുകളുടെയും സാറ്റ കണക്ടർ പവർ സപ്ലൈയുടെ സാറ്റ കേബിളിൽ കണക്ട് ചെയ്യുക. നേരത്തെ കാണിച്ച പോലെ 2 സെറ്റ് ഫാനുകളുടെയും ARGB പിന്നുകൾ ഡെയ്സി ചെയിനായി കണക്ട് ചെയ്യുക. ഡെയ്സി ചെയിൻ ഊരിപ്പോകാതിരിക്കാനുള്ള കണക്ടർ കവറും ഫിറ്റ് ചെയ്യുക. എന്നിട്ട് ഡെയ്സി ചെയിനിൻ്റെ അറ്റത്തുള്ള 3 പിൻ സോക്കറ്റിൽ കൺട്രോളറിൻ്റെ ARGB പിന്നുകൾ കണക്ട് ചെയ്യുക. ഇത് 2 സെറ്റ് ഫാനിൻ്റെയും ചെയ്തതിന് ശേഷം എല്ലാം ഇവിടെ ഒതുക്കി വയ്ക്കുക. ഇനി നമുക്ക് കൂളർ ഫിറ്റ് ചെയ്യാം. കൂളറിൻ്റെ റേഡിയേറ്റർ ക്യാമറിൻ്റെ മുകളിലാണ് ഞാൻ ഫിറ്റ് ചെയ്യുന്നത്. 3 ഫാനിൻ്റെയും കേബിളുകൾ താഴെയാണെന്ന് ശ്രദ്ധിക്കുക. കൂളറിൻ്റെ കൂടെ കിട്ടുന്ന ഈ ചെറിയ സ്ക്രൂകൾ ഉപയോഗിച്ച് റേഡിയേറ്റർ ക്യാബിനറ്റിൽ ഉറപ്പിക്കുക. കൂളർ പ്രോസസ്സറിൻ്റെ മുകളിൽ ഫിറ്റ് ചെയ്യാൻ തെർമൽ പേസ്റ്റ് വേണം. പ്രോസസ്സറിൻ്റെ മുകളിൽ നടുക്കായിട്ട് കുറച്ച് തെർമൽ പേസ്റ്റ് ഇടുക. എന്നിട്ട് കൂളർ പ്രോസസ്സറിൻ്റെ മുകളിൽ വെച്ച് തന്നിരിക്കുന്ന വലിയ നട്ടുകൾ ഉപയോഗിച്ച് കോണോട് കോൺ മുറുക്കി കൂളർ ഉറപ്പിക്കുക. ഒരുപാട് ബലം കൊടുക്കരുത്. കൂളറിൻ്റെ 3 പിൻ പവർ കേബിൾ മദർ ബോർഡിലെ WP ഫാൻ ഹെഡറിൽ കണക്ട് ചെയ്യുക. റേഡിയേറ്റർ ഫാനുകളുടെ എല്ലാ കേബിളുകളും കൂളർ പമ്പിൻ്റെ ARGB കേബിളും മുകളിലൂടെ മറുവശത്തെത്തിക്കുക. 3 റേഡിയേറ്റർ ഫാനുകളുടെയും പവർ കേബിൾ ഫാൻ സ്പ്ലിറ്റർ ഹബിൽ കണക്ട് ചെയ്യുക. ഹബിലെ 4 പിൻ സോക്കറ്റ് മദർ ബോർഡിലെ CPU ഫാൻ ഹെഡറിൽ കണക്ട് ചെയ്യുക. എന്നിട്ട് 3 ഫാനുകളുടെയും ARGB കേബിളുകൾ ARGB സ്പ്ലിറ്റർ ഹബിൽ കണക്ട് ചെയ്യുക. കൂളർ പമ്പിൻ്റെ ARGB കേബിൾ ഹബിൻ്റെ അറ്റത്തും കണക്ട് ചെയ്യുക. ARGB ഹബിൻ്റെ മറു സൈഡിലുള്ള 3 പിൻ സോക്കറ്റ് ARGB കൺട്രോളറിൻ്റെ 3 പിന്നുകളിൽ കണക്ട് ചെയ്യുക. അവസാനമായി ഫാനിൻ്റെ ARGB കൺട്രോളറുകളിൽ കേബിളുകൾ കണക്ട് ചെയ്യുക. എന്നിട്ട് മെറ്റൽ സ്ലോട്ട് കവർ സ്ക്രൂ ഇട്ട് തിരിച്ചുറപ്പിക്കുക. 3 കൺട്രോളറുകളും ഇവിടെ താഴെ ഒതുക്കി വയ്ക്കുക.
ഇനി നമുക്ക് പവർ സപ്ലൈ അതിൻ്റെ കേബിളുകളും തിരിച്ച് ഫിറ്റ് ചെയ്യാം. ഗ്രാഫിക്സ് കാർഡിന് പവർ നൽകാനുള്ള 2 8 പിൻ PCI കേബിളുകൾ പവർ സപ്ലൈയിൽ കൊടുക്കുക. എന്നിട്ട് ആ കേബിളുകൾ മറുവശത്ത് കൊണ്ടുവരിക. ഗ്രാഫിക്സ് കാർഡ് PCI സ്ലോട്ടിലിട്ട് സ്ക്രൂ ഉപയോഗിച്ച് ക്യാബിനറ്റിൽ ഉറപ്പിക്കുക. എന്നിട്ട് ഗ്രാഫിക്സ് കാർഡിൻ്റെ കൂടെ കിട്ടുന്ന ഈ കേബിളിൽ 2 PCI കേബിളും കണക്ട് ചെയ്യുക. മറ്റേ സൈഡിലെ 12 പിൻ ഗ്രാഫിക്സ് കാർഡിലും കണക്ട് ചെയ്യുക. ഇപ്പോൾ ഗ്രാഫിക്സ് കാർഡ് റെഡിയാണ്. ഇനി നമുക്ക് എല്ലാ ഹബ്ബുകളും കേബിളുകളും കമ്പ്യൂട്ടറിൽ ഒതുക്കി വയ്ക്കാം. കേബിൾ മാനേജ്മെൻറ്റ് എന്നാണ് ഇതിനെ പറയുന്നത്. കേബിൾ മാനേജ്മെൻറ്റ് കൊണ്ട് പല ഗുണങ്ങളുണ്ട്. എല്ലാം ഒതുങ്ങിയിരിക്കുമ്പോൾ കമ്പ്യൂട്ടർ കാണാൻ നല്ല രസമാണ്. മാത്രമല്ല തടസ്സമില്ലാത്ത വായുസഞ്ചാരം കാരണം കമ്പ്യൂട്ടറിൻ്റെ ചൂട് കുറയും, ആയുസ് കൂടും. കേബിൾ മാനേജ്മെൻറ്റിന് കേബിൾ ടൈകളും വെൽക്രോ സ്ട്രിപ്പുകളും ഉപയോഗിക്കാം. ആദ്യം ഹബ്ബുകളും കൺട്രോളറുകളും ഒതുക്കി വയ്ക്കുക. ഹബ്ബുകളിൽ സ്റ്റിക്കർ ഉള്ളതുകൊണ്ട് ഫാൻ സ്പ്ലിറ്റർ ഹബ്ബ് മുകളിലും ARGB സ്പ്ലിറ്റർ ഹബ്ബ് അതിന് താഴെയും ഞാൻ ക്യാബിനറ്റിൽ ഒട്ടിച്ചു വെച്ചു. ഒരേ ആവശ്യത്തിനുള്ള കേബിൾ ടൈകൾ ഉപയോഗിച്ച് ഒരു വടി പോലെ ഇങ്ങനെ ഒതുക്കി വയ്ക്കുക. കേബിൾ ടൈയുടെ ബാക്കിയുള്ള ഭാഗം മുറിച്ചു മാറ്റുക. എന്നിട്ട് എല്ലാ കേബിൾ സെറ്റുകളും ഒരു ലൈൻ പോലെ ഇവിടെ സെറ്റ് ചെയ്യുക. ക്യാബിനറ്റിലെ കേബിളുകളും CPU പവർ കേബിളും ഒക്കെ മുകളിലൂടെ ഇവിടെ വന്ന് ഒറ്റ ലൈനായിട്ടാണ് താഴോട്ട് വരുന്നത്. വെൽക്രോ സ്ട്രിപ്പ് ഉപയോഗിച്ച് നമുക്ക് ഇത് നല്ലതുപോലെ ഒതുക്കി വയ്ക്കാം. വേണമെങ്കിൽ കേബിൾ ടൈ ഉപയോഗിച്ച് ഇത് ക്യാബിനറ്റിൻ്റെ ഹുക്കുകളിൽ ഉറപ്പിക്കുകയും ചെയ്യാം. സാറ്റ പവർ കേബിളിൻ്റെ ഒരറ്റം ഞാനിവിടെ വെച്ചിട്ടുണ്ട്. അതുപയോഗിച്ച് നമുക്കൊരു ഹാർഡ് ഡിസ്ക് കൂടെ ഈ PCയിൽ ഫിറ്റ് ചെയ്യാം. അതിനാദ്യം പുറകിലെ ഈ സ്ക്രൂ ഊരി ഈ ചെറിയ മെറ്റൽ പ്ലേറ്റ് പുറത്തെടുക്കുക. മുകളിലും താഴെ ഞെക്കി അതിലെ ഡിസ്ക് സ്ലോട്ട് പുറത്തെടുക്കുക. ക്യാബിനറ്റിൽ തന്നിരിക്കുന്ന ഈ സ്ക്രൂകൾ ഉപയോഗിച്ച് ഹാർഡ് ഡിസ്ക് ഇതിൽ ഉറപ്പിക്കുക. എന്നിട്ട് ഇത് തിരിച്ച് ക്യാബിനറ്റിൽ ഇടുക. പുറകിലെ മെറ്റൽ പ്ലേറ്റ് തിരിച്ചുറപ്പിക്കുക. മറുവശത്തെ സാറ്റ പവർ കേബിൾ ഹാർഡ് ഡിസ്കിൽ കണക്ട് ചെയ്യുക. എന്നിട്ട് മദർ ബോർഡ് ബോക്സിൽ നിന്ന് ഒരു സാറ്റ ഡാറ്റ കേബിൾ എടുത്ത് ഒരു സൈഡ് ഹാർഡ് ഡിസ്കിൽ കണക്ട് ചെയ്യുക. മറു സൈഡ് അപ്പുറത്തെടുത്ത് മദർ ബോർഡിൽ താഴെ വലതുവശത്തുള്ള ഒരു സാറ്റ പോർട്ടിൽ കണക്ട് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ PC ഓൺ ചെയ്യാൻ റെഡിയാണ്. എല്ലാ കേബിളുകളും കണക്ഷനുകളും ഒന്നുകൂടി ചെക്ക് ചെയ്ത് പവർ സപ്ലൈയിൽ വീട്ടിലെ പവർ പ്ലഗിൽ നിന്നുള്ള കേബിൾ കണക്ട് ചെയ്യുക. പവർ പ്ലഗും പവർ സപ്ലൈയുടെ പുറകിലുള്ള സ്വിച്ചും ഓൺ ചെയ്യുക. ഇപ്പോൾ നമുക്ക് മദർ ബോർഡിൽ ലൈറ്റ് കാണാം. ക്യാബിനറ്റിൻ്റെ പവർ സ്വിച്ച് ഉപയോഗിച്ച് കമ്പ്യൂട്ടർ ഓൺ ആക്കുക. എല്ലാം ഓക്കെ ആണെങ്കിൽ മനോഹരമായി ഈ കാഴ്ച നിങ്ങൾക്ക് കാണാം. പുറകിലെ ARGB കൺട്രോളറുകളുടെ സ്വിച്ചുകൾ ഞെക്കി നമുക്ക് PCയുടെ LED ലൈറ്റിംഗ് മാറ്റാം. കേബിൾ മാനേജ്മെൻറ്റും കണക്ഷനുകളും ഒന്നുകൂടി ചെക്ക് ചെയ്ത് പുറകിലെ ഈ പാനൽ സ്ക്രൂകൾ ഉപയോഗിച്ച് ഉറപ്പിക്കുക. സൈഡിലെയും മുമ്പിലെയും ഗ്ലാസ് പാനലുകൾ തിരിച്ച് ഫിറ്റ് ചെയ്യുക. ഇത് ഫിറ്റ് ചെയ്യുമ്പോൾ താഴത്തെയും മുകളിലത്തെയും സ്ലോട്ടുകളിൽ പാനൽ വീണു എന്ന് ഉറപ്പുവരുത്തുക. വലതുവശത്തെ മെറ്റൽ പാനൽ ഡസ്റ്റ് ഫിൽറ്ററുകൾ വച്ചതിന് ശേഷം ഫിറ്റ് ചെയ്യുക. എന്നിട്ട് മുകളിലെ പാനൽ തിരിച്ച് ഫിറ്റ് ചെയ്ത് സ്ക്രൂകൾ ഉപയോഗിച്ച് മുറുക്കുക. അവസാനം മുകളിലെയും താഴത്തെയും ഡസ്റ്റ് ഫിൽറ്ററുകൾ ഫിറ്റ് ചെയ്യുക. അങ്ങനെ ഈ ബിൽഡ് ഇപ്പോൾ റെഡിയാണ്. ഈ ബിൽഡിലെ എല്ലാ കമ്പോണൻറ്റുകളും കൂടെ 4 വർഷം മുമ്പ് എനിക്ക് ചിലവായത് ഏകദേശം 2.5 ലക്ഷം രൂപയാണ്. ഇന്നും ഇത് ഒരു പവർഫുൾ PC ആണ്. ഈ ബിൽഡ് ഉപയോഗിക്കുന്നതിന് മുമ്പ് ചില കാര്യങ്ങൾ ചെയ്യണം. ആദ്യം കമ്പ്യൂട്ടർ ഓൺ ചെയ്ത് ഉടനെ തന്നെ ഡിലീറ്റ് കീ അല്ലെങ്കിൽ F2 കീ ഞെക്കി BIOS എടുക്കുക. അതിൽ മെമ്മറി ഓവർക്ലോക്ക് ചെയ്ത് 3200 MHz ആക്കുക. പിന്നെ CPU ഫാൻ 2ൻ്റെ മോഡ് DC മോഡാക്കി അത് ഫുൾ പവറിൽ ഓടിക്കുക. കാരണം നമ്മുടെ കൂളറിൻ്റെ പമ്പ് എപ്പോഴും ഫുൾ പവറിലാണ് ഓടേണ്ടത്. നമ്മുടെ PCയിലെ ഫാനുകൾ പ്രവർത്തിക്കുന്ന രീതി വേണമെങ്കിൽ BIOS ഉപയോഗിച്ച് മാറ്റാം. അതായത് കുറഞ്ഞ ചൂടിൽ കൂടുതൽ വേഗതയിലൊക്കെ വേണമെങ്കിൽ ഫാൻ ഓടിക്കാം. മദർ ബോർഡിലെ LED ലൈറ്റിങ്ങും BIOSൽ മാറ്റാൻ പറ്റും. ഇനി വിൻഡോസും ഗ്രാഫിക്സ് കാർഡിൻ്റെയും മദർ ബോർഡിൻ്റെയും ഡ്രൈവർ സോഫ്റ്റ്വെയറുകളും ഒക്കെ ഇൻസ്റ്റാൾ ചെയ്യുക. ഇനി നമുക്ക് കമ്പ്യൂട്ടറിൽ ലോഡ് കൊടുത്ത് അതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അതിന് സിനബെഞ്ച്, കോർസെയറിൻ്റെ IQ എന്നീ സോഫ്റ്റ്വെയറുകൾ ഇൻസ്റ്റാൾ ചെയ്യുക. സിനബെഞ്ച് മൾട്ടിക്കോർ CPU ടെസ്റ്റ് ഓടിച്ച് PC സ്ട്രെസ് ടെസ്റ്റ് ചെയ്യുക. ടെസ്റ്റ് ഓടുമ്പോൾ കമ്പ്യൂട്ടറിൻ്റെ ടെമ്പറേച്ചറും ബാക്കി പാരാമീറ്ററുകളും IQ സോഫ്റ്റ്വെയറിൽ നമുക്ക് കാണാം. സിനബെഞ്ച് മൾട്ടിക്കോർ CPU ടെസ്റ്റ് ചെയ്തപ്പോൾ എൻ്റെ PCയിൽ പ്രോസസ്സറിൻ്റെ പരമാവധി ടെമ്പറേച്ചർ 74 ഡിഗ്രിയും മദർ ബോർഡിൻ്റെ പരമാവധി ടെമ്പറേച്ചർ 61 ഡിഗ്രിയുമാണ് കാണിച്ചത്. ഇത് ഓക്കെയാണ്. സിനബെഞ്ചിലെ ഗ്രാഫിക്സ് ടെസ്റ്റ് ഓടിച്ചപ്പോൾ ഗ്രാഫിക്സ് കാർഡിൻ്റെ പരമാവധി ടെമ്പറേച്ചർ 77 ഡിഗ്രി വരെ എത്തി. ഇതും ഓക്കെയാണ്. അതായത് കമ്പ്യൂട്ടറിൻ്റെ കൂളിങ്ങും തെർമൽ പേസ്റ്റും ഒക്കെ ഇതിലിപ്പോൾ നന്നായി വർക്ക് ചെയ്യുന്നുണ്ട്. എൻ്റെ PCയിൽ ഞാൻ 2 മോണിറ്ററുകൾ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇത് LGയുടെ 32 ഇഞ്ച് 1440p മോണിറ്ററാണ്. ഇത് 8 വർഷം പഴയതാണ്. എന്നാലും G-Syncും 144 Hz റിഫ്രഷ് റേറ്റും ഉള്ളതുകൊണ്ട് ഇന്നും ഞാനിത് ഗെയിമിങ്ങിന് ഉപയോഗിക്കുന്നു. രണ്ടാമത്തത് സാംസങ്ങിൻ്റെ Odyssey G3 എന്ന 1080p മോണിറ്ററാണ്. IPS പാനലും 180 Hz റിഫ്രഷ് റേറ്റും 1 മില്ലിസെക്കൻഡ് റെസ്പോൺസ് ടൈമും ഉള്ള ഇത് ഒരു പുതിയ മോഡലാണ്. ഞാനിത് തിരിച്ച് വെർട്ടിക്കലിയാണ് ഉപയോഗിക്കുന്നത്. യൂട്യൂബ് ഷോർട്ട് വീഡിയോസൊക്കെ ഈ സ്ക്രീനിലാണ് ഞാൻ വെരിഫൈ ചെയ്യുന്നത്. എൻ്റെ കയ്യിൽ പലതരം കീബോർഡുകളുണ്ട്. എന്നാൽ ഇപ്പം ഞാൻ ഉപയോഗിക്കുന്നത് ഈ സെബ്മാക്സ് ക്രോമ എന്ന മോഡലാണ്. ഇതൊരു ഫുൾ സൈസ് മെക്കാനിക്കൽ RGB കീബോർഡാണ്. ഇത് ഉപയോഗിക്കാൻ കംഫർട്ടബിളാണ്. ഇതിൻ്റെ ലുക്ക് എനിക്ക് ഇഷ്ടമാണ്. മൗസ് ഞാൻ ഉപയോഗിക്കുന്നത് ലോജിടെക്കിൻ്റെ G502 ഹീറോ എന്ന മോഡലാണ്. നല്ല സ്പീഡുള്ള ഇത് ഗെയിമിങ്ങിനും വീഡിയോ എഡിറ്റിങ്ങിനും പറ്റിയൊരു മൗസാണ്. 11 പ്രോഗ്രാമബിൾ ബട്ടണുകളുള്ള
ഇതിൻ്റെ ഭാരം നമുക്ക് ഇതുപോലത്തെ കട്ടകളിട്ട് മാറ്റാൻ പറ്റും. ഇതാണ് എൻ്റെ പി സിയുടെ ഇപ്പോഴത്തെ ഫുൾ കോൺഫിഗറേഷൻ. ശ്രദ്ധിക്കുക, ഇത് ഏകദേശം 4 വർഷം മുമ്പ് ബിൽഡ് ചെയ്തതാണ്. നിങ്ങൾ 2025 ഒരു ബിൽഡ് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ പല ബഡ്ജറ്റിന് പറ്റിയ പി സി ബിൽഡുകൾ കാണിക്കാം. ഗെയിമിംഗ്, വീഡിയോ എഡിറ്റിംഗ്, സ്ട്രീമിംഗ് എന്നീ ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള പി സി ബിൽഡുകളാണിവ. ഇത് മൂന്നിനും പറ്റുന്ന പി സി മിക്കവാറും എല്ലാ ആവശ്യങ്ങൾക്കും ഉപയോഗിക്കാം. ഇത് Ryzen 5 5600X ഉപയോഗിച്ചുള്ള താരതമ്യേന വില കുറഞ്ഞ ഒരു ബിൽഡാണ്. RTX 3060 12GB ഗ്രാഫിക്സ് കാർഡാണ് ഈ ബിൽഡിന് ഉപയോഗിച്ചിരിക്കുന്നത്. ഏകദേശം 60,000 രൂപയ്ക്ക് ഇത് സെറ്റ് ചെയ്യാം. എന്നാൽ ഏകദേശം 20,000 രൂപ മുടക്കിയാൽ നല്ല പവർഫുള്ളായ ഈ പി സി സെറ്റ് ചെയ്യാം. ഇതിൽ 8 കോറും 12 ത്രെഡുമുള്ള Ryzen 7 5800Xും പുതിയ RTX 5060 ഗ്രാഫിക്സ് കാർഡുമാണുള്ളത്. ലിക്വിഡ് കൂളറും വലിയ ക്യാബിനറ്റും ചൂട് കുറയ്ക്കാൻ ഇതിലുണ്ട്. 4K വീഡിയോ എഡിറ്റിങ്ങിനും 1080p ഗെയിമിങ്ങിനും ഒക്കെ ഇത് സൂപ്പറാണ്. ക്വാളിറ്റി സ്വല്പം കുറച്ചാൽ 1440p ഗെയിമിങ്ങിനും ഉപയോഗിക്കാം. എന്നാൽ നിങ്ങളൊരു ഫ്യൂച്ചർ പ്രൂഫ് പി സിയാണ് പ്ലാൻ ചെയ്യുന്നതെങ്കിൽ AMDയുടെ AM5 പ്ലാറ്റ്ഫോം ഉപയോഗിക്കുന്ന ഈ ബിൽഡാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുക. Ryzen 7600Xന് കോറുകൾ കുറവാണെങ്കിലും അത് AM4നെ അപേക്ഷിച്ച് കൂടുതൽ പവർഫുൾ ആണ്. മാത്രമല്ല DDR5 ആണ് ഇതിലുള്ളത്. ഗെയിമിംഗ് ആണ് പ്രധാന ഉദ്ദേശമെങ്കിൽ ഇതിലെ RTX 5060 8GB ഗ്രാഫിക്സ് കാർഡ് മാറ്റി VRAM കൂടുതലുള്ള RX 9060 XT 16GB വാങ്ങാവുന്നതാണ്. അതിൽ മിക്കവാറും എല്ലാ ഗെയിമുകളും 1440p റെസൊല്യൂഷനിൽ കളിക്കാൻ പറ്റും. DLSS ഒക്കെ ഉപയോഗിച്ച് വേണമെങ്കിൽ 4K ഗെയിമിങ്ങും പറ്റും. NVIDIA കാർഡ് തന്നെ വേണമെങ്കിൽ RTX 5060 Ti 16GB വാങ്ങാം. പക്ഷേ ബഡ്ജറ്റ് 1 ലക്ഷത്തിന് മുകളിൽ വേണമെന്ന് മാത്രം. നിങ്ങൾക്ക് ഏകദേശം 1.5 ലക്ഷം രൂപ ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ അടുത്ത 10 വർഷം ഉപയോഗിക്കാവുന്ന ഈ പവർഫുൾ ഫ്യൂച്ചർ പ്രൂഫ് പി സി ബിൽഡ് ചെയ്യാം. 12 കോറും 24 ത്രെഡുമുള്ള Ryzen 9 9900X 4K ഗെയിമിംഗ് വരെ പറ്റുന്ന RTX 5060 Ti 16GB ഗ്രാഫിക്സ് കാർഡ്, പ്രീമിയം X870 മദർ ബോർഡ്, നല്ലൊരു ലിക്വിഡ് കൂളർ, പ്രീമിയം ക്യാബിനറ്റ് ഒക്കെയാണ് ഇതിലുള്ളത്. ശ്രദ്ധിക്കുക, ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് വളരെ വേഗത കൂടിയ PCI Gen 5 SSD ആണ്. ഇതിന് 15,000 MB/s വരെ വേഗത കിട്ടും. ഗെയിമിംഗ് ആണ് ഉദ്ദേശമെങ്കിൽ 9900X പ്രോസസ്സർ മാറ്റി ഗെയിമിങ്ങിന് ഡിസൈൻ ചെയ്ത 9800 X3D പ്രോസസ്സർ ഉപയോഗിക്കാം. RTX 5060 Ti മാറ്റി AMDയുടെ RX 9070 16GB അല്ലെങ്കിൽ RX 9070 XT 16GB ഗ്രാഫിക്സ് കാർഡ് ഉപയോഗിക്കാം. പറ്റുമെങ്കിൽ RTX 5070 Ti 16GB വാങ്ങുക. പക്ഷേ ചിലവ് അപ്പോൾ ഏകദേശം 2 ലക്ഷം രൂപയോളം ആകും. ഇനി ഞാൻ ഈ ബിൽഡിന്റെ ഗെയിമിംഗ്, വീഡിയോ എഡിറ്റിംഗ് പെർഫോമൻസ് കാണിക്കാം. 3080Ti കുറച്ച് പഴയ ഗ്രാഫിക്സ് കാർഡാണെങ്കിലും ഇതൊരു 4K ഗെയിമിംഗ് കാർഡാണ്. അതുകൊണ്ട് പുതിയ ഗെയിമുകൾ വരെ 1440pയിൽ നല്ല സ്മൂത്തായി ഓടും. ശ്രദ്ധിക്കുക, ഞാൻ കാണിക്കുന്ന വേഗത ഗെയിം കളിക്കുന്നതിനൊപ്പം റെക്കോർഡിംഗ് കൂടെ ചെയ്യുമ്പോഴുള്ള FPS ആണ്. റെക്കോർഡിങ്ങും സ്ട്രീമിങ്ങും ഒന്നും ചെയ്യുന്നില്ലെങ്കിൽ FPS ഇതിലും കൂടുതൽ കിട്ടും. ഗെയിം കളിക്കുമ്പോഴുള്ള വേഗതയ്ക്ക് പുറമെ 1% സമയം അനുഭവപ്പെടുന്ന ഏറ്റവും കുറഞ്ഞ വേഗത അഥവാ 1% FPSും ഞാൻ ഗെയിം പ്ലേ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. ഈ രണ്ട് വേഗതകളും തമ്മിൽ വലിയ വ്യത്യാസം വന്നാൽ ഗെയിമിംഗ് സ്മൂത്ത് ആയിരിക്കില്ല. തീവ്രവും ത്രില്ലിങ്ങുമായ ഒരു അടിപൊളി ഫസ്റ്റ് പേഴ്സൺ ഷൂട്ടിംഗ് ഗെയിമാണ് ഡൂം എറ്റേണൽ. ഞാൻ സ്ഥിരം കളിക്കുന്ന ഇതെൻ്റെ ഒരു ഫേവററ്റ് ഗെയിമാണ്. 1440p റെസൊല്യൂഷനിൽ റേ ട്രേസിംഗ്, DLSS എന്നീ ഫീച്ചറുകൾ ഓൺ ചെയ്ത് ഏറ്റവും കൂടിയ ക്വാളിറ്റിയായ അൾട്രാ നൈറ്റ്മെയറിൽ ഈ ഗെയിം നമുക്കൊന്ന് കളിച്ചു നോക്കാം. ഗ്രാഫിക്സ് കാർഡിന് ഇഷ്ടം പോലെ VRAM ഉണ്ടെങ്കിലേ ക്വാളിറ്റി കൂട്ടാൻ പറ്റൂ. ലോ സെറ്റിംഗിൽ 4GBയിൽ കൂടുതലും, മീഡിയം സെറ്റിംഗിൽ 5GBയിൽ കൂടുതലും, അൾട്രാ നൈറ്റ്മെയർ സെറ്റിംഗിൽ ഏകദേശം 8GBയും VRAM ഇതിന് വേണം. ഗെയിം നല്ല സ്മൂത്താണ്. 200 FPSന് മുകളിൽ വേഗത കിട്ടുന്നുണ്ട്. ഞാൻ റെക്കോർഡിംഗ് കൂടെ ഓൺ ആക്കിയത് കൊണ്ടാണ് 1% FPS 110 കാണിക്കുന്നത്. അല്ലെങ്കിൽ ഇത് ഏകദേശം 180 കിട്ടും. GPU ഉപയോഗം ഏകദേശം 90%, CPU ഉപയോഗം ഏകദേശം 50%. അടുത്തത് ഫോർസ ഹൊറൈസൺ 5 എന്ന ഓപ്പൺ വേൾഡ് റേസിംഗ് ഗെയിമാണ്. 100 കണക്കിന് പലതരം കാറുകൾ പല സ്ഥലങ്ങളിലൂടെ ഓടിക്കാൻ പറ്റുന്ന ഈ സൂപ്പർ ഗെയിം കളിക്കാൻ നല്ല രസമാണ്. 1440p റെസൊല്യൂഷൻ, ബാലൻസ്ഡ് DLSS സെറ്റിംഗ്, ഏറ്റവും കൂടിയ ക്വാളിറ്റിയായ എക്സ്ട്രീം ഒക്കെ സെറ്റ് ചെയ്ത് ഇത് കളിച്ചു നോക്കാം. 120 മുകളിൽ FPS കിട്ടുന്നുണ്ട്. മാത്രമല്ല CPU ഉപയോഗം 30% താഴെയാണ്. അതായത് പുതിയ RTX 5070 Ti ഒക്കെ ഈ പ്രോസസ്സറിൻ്റെ കൂടെ ഉപയോഗിച്ചാൽ ഗെയിമുകൾ 4Kയിലും നല്ല സ്മൂത്ത് ആയിരിക്കും. ഒരു അഡിക്റ്റീവ് സ്പോർട്സ് ഗെയിമാണ് PUBG ബാറ്റിൽ ഗ്രൗണ്ട്സ്. ഈ ഗെയിം DLSS സപ്പോർട്ട് ചെയ്യുന്നില്ല. 1440p റെസൊല്യൂഷനിൽ ഏറ്റവും കൂടിയ ക്വാളിറ്റിയായ അൾട്രയിൽ കളിക്കുമ്പോൾ എൻ്റെ PC നല്ലതുപോലെ ചൂടാവുന്നുണ്ട്. ഒപ്റ്റിമൈസ്ഡ് ഗെയിം അല്ലാത്തതുകൊണ്ട് ഇത് കളിക്കാൻ നല്ല പവർഫുൾ PC വേണം. ലോകത്തിൻ്റെ പല ഭാഗത്തുള്ള അപരിചിതമായി ചേർന്ന് കളിക്കുന്ന ഇത് ഒരു അഡ്രിനാലിൻ പമ്പിങ് എക്സ്പീരിയൻസ് ആണ്. 60 FPS വേഗതയാണ് എനിക്കിപ്പോൾ കിട്ടുന്നത്. എന്നാൽ റെക്കോർഡിംഗ് ഓഫ് ചെയ്താൽ 140 FPS വരെ ഈ PCയിൽ കിട്ടും. റെഡ് ഡെഡ് റിഡംപ്ഷൻ 2 ഒരു ഓപ്പൺ വേൾഡ് അഡ്വഞ്ചർ ഗെയിമാണ്. 1440pയിൽ ഏറ്റവും കൂടിയ ക്വാളിറ്റിയായ അൾട്രയിൽ ബാലൻസ്ഡ് DLSS സെറ്റിംഗിൽ കളിക്കുമ്പോൾ ഏകദേശം 120 FPS വേഗത കിട്ടും. ഇവിടെയും ബോട്ടിലേക്ക് ഗ്രാഫിക്സ് കാർഡാണ്. ഹണ്ടിങ്, ഫിഷിംഗ്, ക്യാമ്പിംഗ് എന്നിങ്ങനെ പലതരം ആക്ടിവിറ്റികളൊക്കെയുള്ള ഈ ഗെയിം നമുക്ക് വീണ്ടും വീണ്ടും കളിക്കാൻ തോന്നും.
RDR2 എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന ഇതൊരു ഗെയിമല്ല, മറിച്ചൊരു വികാരമാണ്. അവസാനമായി നമുക്ക് ഏറ്റവും പുതിയ ഗെയിമായ ഡൂം ദ ഡാർക്ക് ഏജസ് ഇതിൽ കളിച്ചു നോക്കാം. 1440pയിൽ ബാലൻസ്ഡ് DLSSൽ 6 ക്വാളിറ്റി സെറ്റിങ്ങുകളിൽ ഏറ്റവും കൂടിയ അൾട്രാ നൈറ്റ്മെയർ സെലക്ട് ചെയ്ത് കളിക്കുമ്പോൾ ഏകദേശം 75 FPS വേഗത കിട്ടും. പുതിയ ഗെയിം ആയതുകൊണ്ട് CPU ഉപയോഗം കൂടുതലാണ്. നമ്മെ നിരത്തി നിർത്താത്ത ശത്രുക്കളും പലതരം ആയുധങ്ങളും ഒക്കെ ചേരുമ്പോൾ ഇത് കണ്ണ് ചിമ്മാൻ പോലും പറ്റാത്തൊരു ഗെയിമാണ്. ഇനി നമുക്ക് വീഡിയോ എഡിറ്റിംഗ് പെർഫോമൻസ് നോക്കാം. ഞാൻ വീഡിയോ എഡിറ്റിങ്ങിന് ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയറുകൾ ക്യാംടേഷ്യയും അഡോബ് പ്രീമിയർ പ്രോയുമാണ്. ഇത് ഏകദേശം 12 മിനിറ്റുള്ള 4K വീഡിയോ ആണ്. PC ബിൽഡിനുള്ള 56 ടിപ്പുകൾ എന്ന പേരിൽ ഞാൻ ഈയിടെ യൂട്യൂബിലിട്ട വീഡിയോയുടെ പ്രൊജക്റ്റാണിത്. ഏകദേശം 100 GB 4K വീഡിയോ ഫുട്ടേജ് ഉള്ള ഇത് സ്മൂത്ത് ആയിട്ട് എഡിറ്റ് ചെയ്യാം. എന്നാൽ ടൈം ലൈൻ സ്ക്രോളിംഗ് കുറച്ച് സ്ലോ ആണ്. അതിന്റെ പ്രധാന കാരണം വലിപ്പം കൂടിയ 4K ഫയലുകളാണ്. ഉദാഹരണത്തിന് ഈ 4K വീഡിയോ സ്ക്രോൾ ചെയ്യുമ്പോൾ കുറച്ച് സ്ലോ ആണ്. ഇത് സ്മൂത്ത് ആക്കാൻ ഈ ഫയലിന്റെ ക്വാളിറ്റി കുറഞ്ഞ പ്രോക്സി വീഡിയോ നമുക്കിങ്ങനെ ഇതിൽ ഉണ്ടാക്കാൻ പറ്റും. ടൈം ലൈൻ സ്ക്രോളിംഗ് ചെയ്യുമ്പോൾ എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ പ്രിവ്യൂ കാണിക്കാൻ ഈ ചെറിയ പ്രോക്സി വീഡിയോകൾ ഉപയോഗിക്കും. അങ്ങനെ ടൈം ലൈൻ സ്ക്രോളിംഗ് സ്മൂത്ത് ആകും. എന്നാൽ ടൈം ലൈനിൽ നമ്മൾ കാണുന്ന വീഡിയോയുടെ ക്വാളിറ്റിയും കുറയും. പക്ഷേ നമ്മൾ വീഡിയോ എക്സ്പോർട്ട് ചെയ്യുമ്പോൾ വീഡിയോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ ക്വാളിറ്റി കൂടിയ വീഡിയോ ഉപയോഗിക്കും. അതുകൊണ്ട് ക്വാളിറ്റി കുറഞ്ഞ പ്രോക്സി വീഡിയോ എക്സ്പോർട്ട് ചെയ്യുന്ന വീഡിയോ ക്വാളിറ്റിയെ ബാധിക്കില്ല. ചുരുക്കി പറഞ്ഞാൽ വലിയ 4K വീഡിയോ പ്രോജക്റ്റുകൾ എഡിറ്റ് ചെയ്യുമ്പോൾ പ്രോക്സി വീഡിയോ ഫീച്ചർ ഉപയോഗിക്കുക.